അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല അല്ലെ? അത് മുസ്ലിയാരുടെ വകയാണ്. സുഹൃത്തുക്കളെ, ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്തും കേരളത്തിൽ വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഈ ആയത്ത് ഇത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന്, ഇത് ജാരം കെട്ടാനും ജാരത്തിങ്ങൾ ഉറൂസ് നടത്താനും അതിൽ കിടക്കുന്ന ശൈഖിനോട് തേടാനും തെളിവാണെന്ന് കേരളത്തിലെ ഖുറാഫികളല്ലാതെ ആരാണ് ലോകത്തോട് പറഞ്ഞത്? ലോകത്തെ ഏത് മുഫസ്സിറാ പറഞ്ഞത്? ഇമാം റാസി പറഞ്ഞോ? ഇമാം ഇബ്നു കസീർ പറഞ്ഞോ? ഇമാം തബരി പറഞ്ഞോ? ഇമാം ബാജി പറഞ്ഞോ? ഇമാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും മുഫസ്സിറുകൾ പറഞ്ഞോ? ഇലാ യൗമിൽ ഖിയാമ കിതാബിന്റെ മുന്നിൽ ഈതികാഫിരുന്നാലും മുസ്ലിയാക്കന്മാർക്ക് ഇത് തെളിയിക്കാൻ കഴിയില്ല. എന്നിട്ട് ഒരു സഖാഫി സ്വന്തം അനുയായികൾക്ക് കൊടുക്കുന്ന സന്ദേശം അള്ളാഹു മാത്രമേ കഴിവുള്ളൂ, അള്ളാഹു അല്ലാത്തവർക്ക് കഴിവില്ല, അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ഇന്നയാൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ മൈക്കയോടും തേടാം, മൈക്കേ രക്ഷിക്കണേ, മൈക്കേ സഹായിക്കണേ, മൈക്കേ എനിക്ക് മക്കളെ തരണേ, മൈക്കേ എന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാമെന്നാണ്. മൈക്ക് വലിയുള്ളാഹി ആണ്ടുനേർച്ചയും ഉറൂസും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ജാരം കെട്ടാമെന്നാണ് അല്ലെ? ജാരം കെട്ടാമെന്നാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം. ഈ കാണുന്ന തൂണ് ഇതിന് സ്വയം കഴിവില്ല, ഇത് സ്വയം രക്ഷിക്കില്ല, അള്ള കൊടുത്ത കഴിവില്ലെന്ന് രക്ഷിക്കും, അള്ള കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കും എന്ന വിശ്വാസത്തോട് കൂടെ വേണമെങ്കിൽ തൂണെ സഹായിക്കണേ, നിനക്ക് അല്ലാഹു നൽകിയ കഴിവില്ലെന്ന് സഹായിക്കണേ എന്ന് തൂണിനോട് തേടാമെന്ന് പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരോട് ഹൃദയപൂർവ്വം പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യം ഇതാ: ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ശ്രീരാമ വിഗ്രഹം കാണിച്ചിട്ട്, ഒരു അമ്പലത്തിലെ വിഗ്രഹം കാണിച്ചിട്ട്, ഉസ്താദേ ഈ വിഗ്രഹത്തിന് സ്വയം കഴിവില്ല, ഇത് സ്വയം രക്ഷിക്കില്ല, ഇത് സ്വയം സഹായിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടെ ഈ വിഗ്രഹത്തോട് തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉസ്താദുമാർ ഉത്തരം പറയുക എന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചെങ്കിൽ ആ ധാരണ തിരുത്തിക്കോ. നമ്മൾ ചോറും ചാരും കൊടുത്തു വളർത്തുന്ന മുസ്ലിയാക്കന്മാർക്ക് പറയാനുള്ള ഉത്തരം തീർച്ചയായും അള്ളാഹു ആ കാര്യത്തെ ശിർക്കായി പരിഗണിക്കില്ല എന്നാണ്. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് KVM പന്താവൂർ അൽ ഇൻസാനുൽ കാമിൽ, അൽ ഇൻസാനുൽ കാമിൽ ഈ പ്രദേശത്ത് ഞാൻ പറയുമ്പോ നിഷേധിക്കാൻ കഴിയില്ല. അൽ ഇൻസാനുൽ കാമിൽ പോലെ, വഹദത്തുമാല പോലെ, ബീരാനുപ്പാപ്പ് പോലെയുള്ള ഈ KVM പന്താവൂരിന്റെ കൃതികൾ ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള പാവരട്ടിക്കടുത്തുള്ള ലുക്കുമാനിയ ബുക്ക് സ്റ്റാളാണല്ലോ പ്രസിദ്ധീകരിച്ചത്. ആ ലുക്കുമാനിയ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച ജീർണത, ശിർക്ക്, കുഫർ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുക. അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിന്റെ 252 പേജിൽ നിന്ന് ഞാൻ വായിക്കാം. അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്, അഥവാ അള്ളാഹുവാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. എന്തിനാരാധിച്ചാലും അത് അള്ളാഹുവിനെ വരൂ. ആരാധനക്കരകൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ. പോരുന്ന വഴിയിൽ ഗുരുവായൂർ അമ്പലം ഞാൻ കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിക്കാം, പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിൽ നിന്നുമുള്ള വ്യതിയാനമാണെന്ന് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും വേദഗ്രന്ഥം പഠിപ്പിച്ചതുകൊണ്ട് അവരുടെ വേദഗ്രന്ഥങ്ങൾ തന്നെ അന്തം തമഹ പ്രതിസന്ധിയെ സംഭൂതി മുപാസതെ, നിർജീവ വസ്തുക്കളെ ആരാധിക്കരുത് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അസൂര്യനാമത്തെ ലോക അന്തേന തമാസമൃത, തീർച്ചയായും നിങ്ങൾക്ക് ആപതിക്കാനുള്ളത് ഘോരാഗ്നിയിലേക്കായിരിക്കും, ഇരുട്ട് നിറഞ്ഞ ലോകത്തേക്കായിരിക്കുമെന്ന് പഠിപ്പിച്ച ആ വേദഗ്രന്ഥങ്ങളുടെ മൊത്തത്തിലുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, അവിടെ പോയി ഒരു മുസ്ലിം പ്രാർത്ഥിക്കൽ തെറ്റാണെന്ന് ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തിനറിയാം. അതുകൊണ്ടാണ് മുസ്ലിമിനെ അതിലെ ചില പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് കയറ്റിവിടാത്തത്. എങ്കിൽ നിങ്ങൾ കേട്ടോ, ആ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ലെന്നും അത് അള്ളാഹുവിനെ വരുമെന്നും അവരുടെ ഉദ്ദേശവും നീയത്തും എന്തായാലും കുഴപ്പമില്ല. വിഗ്രഹം തനിയെ സഹായിക്കുമെന്നോ അതല്ല കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കുമെന്നോ എന്താണ് വിശ്വാസമെങ്കിലും തീർച്ചയായും അവരുടെ വിശ്വാസത്തിന് എന്തായാലും കുഴപ്പമില്ല. ആരാധന അള്ളാഹുവിനെ വരൂ. ഇത് അൽ ഇൻസാനുൽ കാമിൽ അല്ലേ? അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിലൂടെ
അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചു. ഈ വിശ്വാസ ജീർണത കൊടികുത്തി വാഴുമ്പോ നമുക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. മുസ്ലിം സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഏർവാടി ചരിത്രം എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കാം. അതിന്റെ ആമുഖത്തിൽ കാണാം, അല്ലാഹുവിനല്ലാതെ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ള സത്യം മറക്കാതെ ദർഗകളിലുള്ള മഹാത്മാക്കളുടെ ഹക്ക് മുൻനിർത്തി എല്ലാ ശക്തിയും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും തെറ്റാവുകയില്ല. എന്നാൽ ചിലർ പറയുന്നത് നാഗൂർ, അജ്മീർ, ഏർവാടി മുതലായ സ്ഥലങ്ങളിൽ സിയാറത്ത് നടത്തുന്നതും ഗുരുവായൂർ, പഴനി എന്നിവിടങ്ങളിൽ പോകുന്നതും ഒരുപോലെയാണ്. അത് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. രണ്ടും തുല്യമാണ്, രണ്ടും ഒരുപോലെ തിന്മയാണ്. അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ. മനുഷ്യനെ പടച്ച, അവന്റെ അസ്ഥി വ്യവസ്ഥ പടച്ച, അവന്റെ രക്തസംക്രമണ വ്യവസ്ഥ പടച്ച, പിടിക്കുന്ന ഹൃദയം പടച്ച ഏകനായ സൃഷ്ടാവ്, അവനോട് മാത്രമേ ആരാധിക്കാവൂ. വിഗ്രഹത്തിന്റെയും പൂജാവിഗ്രഹത്തിന്റെയും ജാറത്തിന്റെയും മുന്നിൽ പോയാൽ അത് തുല്യമാണെന്നും, എന്നാൽ പൂജാവിഗ്രഹത്തെ ചീത്ത വിളിക്കരുതെന്നും, പൂജാവിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവരെ തടയരുത് എന്നും, എന്നാൽ ഹൃദയപൂർവ്വം അവനെ തിരിച്ചു വിളിക്കണമെന്നും, ആ പ്രാർത്ഥന തെറ്റാകുന്നതോടൊപ്പം അവൻ ആരാധിക്കാൻ, അവന് പ്രാർത്ഥിക്കാനുള്ള അവകാശം വകവെച്ചു കൊടുക്കണമെന്നും, അതാണ് മത സൗഹാർദ്ദമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്നാലോ ഇത് ഒരുപോലെയാണെന്ന് ചിലർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വാചകം കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് അല്ല, ഇത് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ് ഗണ്ണിക്കലായിരിക്കും ഗ്രന്ഥകർത്താവിന്റെ ലക്ഷ്യം എന്നായിരുന്നു. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, യഥാർത്ഥത്തിൽ അവരുടെ വാദം ശരിയാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന വാദം ശരിയാണ്. നാഗൂരും ഗുരുവായൂരും ഒരുപോലെയാണെന്ന വാദം ശരിയാണ്. കാരണം മേൽ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ശക്തി നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്തൊരു ശക്തിയും ശക്തിയല്ലെന്നും, അവൻ മാത്രമാണ് എല്ലാ സ്ഥലത്തും ശക്തി നൽകുന്നത് എന്നും നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് വേണമെങ്കിൽ പോകാമെന്നാണ് സുഹൃത്തുക്കളെ ഇവർക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ തെളിവുകൾ ഉദ്ധരിക്കാത്ത ഒരായത്തിന്റെ അരക്കത്തമെങ്കിലും മുഫസ്സിരീങ്ങളുടെ വ്യാഖ്യാനത്തോടു കൂടെ ഉദ്ധരിക്കാൻ കഴിയാത്ത, ഒരു സഹാബിയുടെ ചരിത്രമെങ്കിലും തെളിയിക്കാൻ കഴിയാത്ത ഈ വിഷയത്തിൽ കഴിവ് മുഴുവൻ അല്ലാഹുവിനാണെന്ന വിശ്വാസത്തോടു കൂടെ അല്ലാഹു അല്ലാത്തവരോട് കേടാമെന്ന് പറയുന്നവർ നിങ്ങൾ നോക്കൂ, എന്തുമാത്രം വലിയ ജീർണതയാണ്, എന്തുമാത്രം വലിയ തിന്മയാണ് ഈ സമൂഹത്തോട് പറഞ്ഞത്. ഇനിയോ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന തെളിയിക്കാൻ ഇവർ നടത്തുന്ന മലക്കമ്മറികൾ ഇനിയും കാണും നിങ്ങൾ. ഒരു പൈസയോട് ചോദ്യം, 2 വൈസീവട്ടം കിട്ടിയതാണ് കേൾവി. ദുർവ്യാഖ്യാനത്തിന്റെ പവറുണ്ട്, ദുർവ്യാഖ്യാനത്തിനുള്ള യോഗ്യത കൊണ്ട് ഉസ്താദുമാർ പറഞ്ഞു, മോനെ അത്യാവശ്യം ഞങ്ങളെ കവച്ചു വെക്കണ ജാതി ദുർവ്യാഖ്യാനം ആണല്ലോ നീ, നിനക്ക് 2 വൈസീവട്ടം തന്നിരിക്കുന്നതാണ് അല്ലേ? അങ്ങനത്തെ ഒരു മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ആളോട് ചോദ്യം, 1000 വട്ടം ഹാവരി എന്ന് പറഞ്ഞാൽ എന്റെ പേര് ആവർത്തിച്ചു വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാവറാകും എന്ന് ഷെയ്ഖ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ശരിയാണ്. അപ്പൊ മൂപ്പരോത്തരം, ആ മെനക്കെട്ട് വിളിക്കാനെങ്കിൽ വരും, അത് ഔലിയാക്കന്മാരുടെ വെബ്സൈറ്റ് അഡ്രസ്സാണെന്നാ. www എന്ന് കുറേയല്ലേ? കുറയല്ല, 3 ഉള്ളൂ അല്ലെ, ആകെ 3 അതാണ്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പം കിടക്കട്ടെ. എന്താണെങ്കിലും കുറെ ഉണ്ടല്ലോ. ആ സൈറ്റ് അഡ്രസ്സാണ് സത്യത്തിൽ ഈ ഹാവരി എന്നത് 1000 തവണ ആവർത്തിച്ചു പറയൽ എന്ന് അദ്ദേഹം പറയുന്ന രംഗം നിങ്ങൾ കണ്ടിട്ട് ഇവരെ സംബന്ധിച്ച തീരുമാനം നിങ്ങൾ എടുക്കുക. തങ്ങളെ 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂല്ലേ. മൊയ്തീൻ ഷേഖിന്റെ W 1000 തവണ പറയണം, എന്നാലേ വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല, മൂപ്പർ വെബ്സൈറ്റ് അതാ. മനസ്സിലായല്ലോ, മൂപ്പരെ വെബ്സൈറ്റ് www കുറെ ഉണ്ടല്ലോ, ഒരുപാടില്ല. പിന്നെ അത് 1000 തവണ ആവർത്തിച്ചു വിളിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ഇതേ ആള് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മൊഹീദ്ദീൻ മാലിക് ഒരു വ്യാഖ്യാനം എഴുതി. അപ്പൊ എനിക്ക് തോന്നി അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് ഞാൻ ഖുർആന്റെ വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയതാണ്. പിന്നെ അതിന്റെ കഥ പറയണ്ടല്ലോ, അത് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അദ്ദേഹം തെളിയിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നുവെന്ന്
17 തവണ ഒരു ദിവസം നെഞ്ചത്ത് കൈവച്ച് സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ കൈവച്ച് ഒരു വിശ്വാസി എടുക്കുന്ന പ്രതിജ്ഞ പണ്ട് ഖുർആൻ പരിഭാഷ പാടില്ല എന്ന കാലഘട്ടം കഴിഞ്ഞ് KV കൂറ്റനാട് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ അതിനെ മാത്രം പോയിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നോട് മാത്രം ഞാൻ ആരാധിക്കുന്നുവെന്നാണ് KV കൊടുത്തർത്ഥം. നാഥാ നിന്നോട് മാത്രം ഞാൻ സഹായകേറ്റം നടത്തുന്നുവെന്നാണ് KV കൊടുത്തർത്ഥം. TK അബ്ദുള്ള മൗലവി കൊടുത്തർത്ഥം. വലിയ കാലിണ്ടിച്ചിക്കോയ തങ്ങൾ കൊടുത്തർത്ഥം. ഇങ്ങനെയുള്ള സമസ്തയിലെ നേതാക്കന്മാരൊക്കെ കൊടുത്തർത്ഥം. എന്നാലോ ഇയാൾ തഫ്സീർ എഴുതിയപ്പോ അദ്ദേഹം ഇതിന് കൊടുത്ത അർത്ഥം നാഥാ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്നാണ്. അല്ലെ, സഹായവേട്ടം റബ്ബിനോട് മാത്രം എന്ന വാചകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോ അതിന്റെ കാരണം എന്താ? കാരണമൊന്നുമല്ല, ഞാൻ മൊഹീദ്ദീൻ മാലിയിൽ നിന്ന് ആവേശം കൊണ്ടിട്ടാണ് ഖുർആനിന് വ്യാഖ്യാനം എഴുതിയത് എന്നാണ് അദ്ദേഹത്തിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ശിർക്ക് ന്യായീകരിക്കാനും ഈ ശിർക്കിനെ വ്യാപിപ്പിക്കാനും ഇതുപോലത്തെ തിന്മകൾ, ഇതുപോലത്തെ വാചകങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങൾ വിഗ്രഹത്തിന്റെ മുന്നിൽ വരെ പോയി തേടാമെന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇതുപോലത്തെ ആളുകൾ ഈ നിലക്ക് പോയപ്പോ ഔലിയാക്കളുടെ ഖബറുകൾ പോയി റുക്കൂഅ് ചെയ്യുന്ന രംഗങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയും. ആ രംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഔലിയാക്കളുടെ ഖബറുകൾ പോയി ഒരു മനുഷ്യനെങ്ങനെ പ്രാർത്ഥിക്കാൻ, അല്ലെ, ശാന്തമായി അയാൾ പ്രാർത്ഥിക്കുന്നു. ഖബറുകൾ പോയി ശാന്തമായി ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? നാഥാ എന്റെ സങ്കടം പൂർത്തീകരിച്ച് തരണേന്നാണ്. ഒരു ജാറത്തിന്റെ മുന്നിൽ പോയി ഒരു സാധുവായ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയുമോ? ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, വേണ്ട, നിങ്ങൾ അവരെ വിളിക്കണ്ട, വിളിച്ചാലും ആ വിളി കേൾക്കാൻ അവർക്ക് കഴിയുകയില്ല. വലൗ സമയോ, ഇനി കേട്ടുവെന്ന് മനസ്സമാധാനത്തിന് വേണ്ടി സങ്കല്പിച്ചോ എങ്കിലും മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല എന്ന വാചകം ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട, ഈ പാവപ്പെട്ട മനുഷ്യനെ പഠിപ്പിക്കേണ്ട ഇവിടുത്തെ മുസ്ലിയാമാര് അത് പഠിപ്പിക്കാതിരുന്നപ്പോ, നമ്മുടെ ഉസ്താദുമാര് അത് പഠിപ്പിക്കാതിരുന്നപ്പോ കരഞ്ഞുകൊണ്ട് തേടുന്ന ആ മനുഷ്യൻ, ഈ രംഗത്തിന്റെ അവസാനം നിങ്ങൾക്ക് കാണാം. ആ സാധുവായ മനുഷ്യൻ അയാള് ഈ ഖബറിന്റെ മുന്നിലേക്ക് റുക്കൂഅ് ചെയ്തു നിൽക്കുന്ന രംഗം പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണേണ്ടി വരുന്നു. ആ മനുഷ്യൻ അറിയുമോ? അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും മോശമായിട്ടാരുണ്ടെന്ന ചോദ്യമറിയാതെ ആ മനുഷ്യൻ ജാറത്തിന്റെ മുന്നിൽ, ഖബറിന്റെ മുന്നിൽ റുക്കൂഅ് ചെയ്യുന്ന മനുഷ്യരെയാണ് ഈ സമുദായത്തിന് ഇതുപോലത്തെ ഫത്വകളിലൂടെ മുസ്ലിയാക്കന്മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, അള്ളാന്റെ പ്രവാചകൻ ലോകത്തു നിന്ന് യാത്ര പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഈ സമുദായത്തോട് പ്രവാചകന് പറയാനുണ്ടാകും, ആ കാര്യങ്ങൾ മുഴുവൻ പ്രവാചകന് പറയാനുണ്ടായിട്ടും ആ പ്രവാചകൻ പറഞ്ഞത്, ചില ആളുകൾ, ജൂതന്മാരും ക്രൈസ്തവരും ഇതാ ഇതുപോലെ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങള് ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നുവെന്നാണെങ്കിൽ അവിടെ പോയി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കണ്ണീരൊഴുക്കുന്ന, റുക്കൂഅ് ചെയ്യുന്ന രംഗങ്ങൾക്ക് മുസ്ലിം സമുദായത്തെ തള്ളിവിട്ടവർക്ക് മാപ്പുണ്ടോ എന്നത് വ്യഭിചാരത്തെക്കാളും വലിയ തിന്മ ചെയ്ത് മുസ്ലിം സമൂഹം തിന്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോ അവരെ തിരിച്ചു വിളിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ എന്നത് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല, മനുഷ്യ വിളിക്കണ്ട, നിന്റെ വിളിക്കുത്തരം ചെയ്യില്ല. മനുഷ്യ ഈ പ്രവർത്തനം, റുക്കൂഅ് ചെയ്യുന്ന ഈ പ്രവർത്തനം, തേടുന്ന ഈ പ്രവർത്തനം നിനക്കൊരിക്കലും ഉത്തരം ലഭിക്കാത്ത തേട്ടമാണോ ഇത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഒരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉദാഹരണം? തീർച്ചയായും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവര് നിസ്സാരമായ പരീക്ഷയെപ്പോലും പടച്ചിട്ടില്ല. പരീക്ഷയെങ്ങാനും വല്ല വസ്തുക്കളും അവരിൽ നിന്ന് തട്ടിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിയില്ല. അത്രത്തോളം നിസ്സാരന്മാരാണവർ. അതുകൊണ്ട് അവരോട് തേടാൻ പോകണ്ട എന്ന് ഈ മനുഷ്യനെ പഠിപ്പിക്കാതിരുന്നപ്പോ റുക്കൂഅ് നിങ്ങൾ കണ്ടല്ലോ. ഈ സുജൂദ് നിങ്ങൾ കാണുക. ഖബറിന്റെ മുന്നിൽ പോയി
ഇതുപോലത്തെ ഫത്വകൾ സൂര്യന് സ്വയം കഴിവില്ലെങ്കിൽ സൂര്യനോട് തേടാമെന്ന ഫത്വ കേൾക്കുമ്പോ, സൂര്യനോട് തേടാമെന്ന ഫത്വ കേൾക്കുമ്പോ, അല്ലെങ്കിൽ മൈക്കയോട് തേടാമെന്ന ഫത്വ കേൾക്കുമ്പോ ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് വരെ ചെയ്യുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ ഖബറിന്റെ അരികിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖബറിടങ്ങൾക്കരികിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കൗമിനെ പഠിപ്പിക്കുമ്പോ പറയാ, ചില ആളുകൾ LCD-യുമായി ഇറങ്ങിയിരിക്കുന്നു. LCD-യോടാണ് പ്രദേശം, അല്ലെ? LCD-യോടാണ് വിരോധം. എന്നിട്ടോ തെക്കൻ കേരളത്തിലെ ചില രംഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. റിവേഴ്സ് ഗിയറിലാണ് ചില ജാറങ്ങളിലെ രംഗങ്ങളുണ്ട്. മുന്നിലേക്ക് ഇങ്ങനെ പോകും, എന്നിട്ട് പിന്നിലേക്ക് വരുമ്പോഴോ റിവേഴ്സ് ഗിയറിലാണ് പോരാ. എന്താ? തന്റെ പിൻഭാഗം ജാറത്തിങ്ങിലേക്കാക്കിയാൽ അത് ശേഖനോടുള്ള അനാദരവല്ലേ എന്നാണ്. അത് ശേഖനോടുള്ള അനാദരവല്ലേ എന്നാണ് കൗമ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത്, തെക്കേ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ജാറത്തിങ്ങലുള്ള രംഗം കേരളത്തിൽ പ്രസിദ്ധീകരിച്ചാൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് പറയണം. ഉത്തരേന്ത്യയിലെ ജാറങ്ങളിലേക്ക് പോകരുത്, നാഗൂരിലേക്ക് പോകരുത്, അജ്മീറിലേക്ക് പോകരുത്. അവിടെ സുജൂദുണ്ട്, അവിടെ റുക്കൂണ്ട്. റുക്കൂൾ ഉത്തരേന്ത്യയുടെ പുറത്തല്ല, ഇന്ത്യയുടെ പുറത്തല്ല. ഈ കേരളത്തിൽ മഞ്ഞക്കുളത്ത്, ഈ കേരളത്തിൽ ഭീമാപള്ളിയിൽ ഇന്ത്യ മുസ്ലിയാന്മാരെ ഉണ്ട്. സമൂഹ മനസ്സാക്കിയെ തല്ലിക്കെടുത്തിയിട്ട് ഇതുപോലത്തെ വാചകം സമുദായത്തോട് പറയാൻ കഴിയും. ഒരു സംശയം ആർക്കും വേണ്ട, അല്ലെ? ഒരു സംശയവും വേണ്ട. റുക്കൂണ്ട്, എന്നാ പിന്നെ സിയാറത്ത് ടൂറില്ലേ? നിങ്ങൾ മുടക്കണം. അടുത്ത പ്രമേയം വരട്ടെ. നാളത്തെ പത്രവാർത്തയിൽ ഇസ്ലാഹി കേരളം കാത്തിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ശിർക്കുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. സുജൂദ് നമ്മുടെ പാർട്ടിക്ക് പറ്റൂല. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് പോകണ്ട എന്ന് ഫത്വ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇനി ഉത്തരേന്ത്യയിൽ നടക്കുന്ന സുജൂദ് നിങ്ങൾക്ക് ബാധകമല്ലേ? ബാധകമാണ്. പിന്നെ എന്താ ഇവിടെ നടക്കാത്തതാണ്? ഇവിടെ നടക്കണില്ല എന്നുള്ളത് കളവ്, അല്ലേ? ഭീമാപള്ളിയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഇനി ഇവിടെ നടക്കാത്തതിന്റെ കാരണം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്. മുജാഹിദ് പ്രസ്ഥാനമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും വലിയ തിന്മ നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ എഴുതി. തൃശൂർ ജില്ലയിൽ എടമുട്ടം പ്രദേശം കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ പുറത്തും ഇന്നാർക്കും പ്രസിദ്ധമാണ്, അല്ലെ? അവിടെ സുജൂദിനെതിരാണെന്ന് പറഞ്ഞപ്പോ എന്റെ ബഹുമാനനായ ഉസ്താദ് എടുത്തു, മറിച്ചിട്ട് വായിച്ചിട്ട് പറഞ്ഞു, ഇതാ എവിടെയാണെന്ന് ഞാൻ പറയില്ല, ഏത് സ്ഥലത്താണെന്ന് ഞാൻ പറയില്ല, ഇല്ലെങ്കിൽ നിഷേധിക്കണം. പെട്ടുപോയത് കണ്ടപ്പോ അവസാനം ഇത് വാങ്ങിയല്ലോ, വാങ്ങിയിട്ട് വായിച്ചപ്പോ പിൻവലിക്കണമെന്ന് പറഞ്ഞല്ലോ, ഈ നിമിഷം ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് ശേഷം സമയമുണ്ടായിട്ടും ഇതിൽ അന്ന് വായിച്ച വാചകം ഇല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ദീർഘമായ 2 മണിക്കൂർ കൊണ്ട് ഇല്ല എന്ന് തെളിയിക്കേണ്ടവർ ഒരു വാചകത്തിൽ പിടിച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്ന് ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. ഇനിയിപ്പോ ഇങ്ങനെല്ലാം തന്നെ വെക്കാം. എന്നാലും ഹറാം മുമ്പർക്ക് വളരെ ചെറുതാ, അല്ലെ? ഹറാമ് വളരെ ചെറുതാണ്. എന്നിട്ടോ എങ്ങനെ ഹറാമായത്? ശിർക്കല്ലാത്ത ഈ സംഗതി എങ്ങനെ ഹറാമായി, അല്ലെ? ഇനിയോ ഇനി ഈ വാചകം വേണ്ടാന്ന് വെക്കാം, ഈ വാചകം ചർച്ചില്ല എന്ന് വെക്കാം. എന്നാൽ തന്നെ KVM പന്താവൂരി വിഗ്രഹത്തോട് തേടാന്ന് പറഞ്ഞ ഫത്വയാണ്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നതും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റ് നടത്തി തെളിയിക്കും നിങ്ങളും അതും തമ്മിലുള്ള ബന്ധം, അല്ലെ? ഇതിന്റെ പിതൃ താഴ്ക്കാന്നുള്ളത് DNA ടെസ്റ്റ് നടത്തി തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായും ഈ രംഗത്ത് മുസ്ലിം സമുദായത്തെ കൊണ്ട് സുജൂദും റുക്കൂവും ചെയ്യിക്കുന്ന ആളുകൾ ഇപ്പോ റുക്കൂവും സുജൂദും ചെയ്യാൻ ഒരു ജാറം പോരാനിട്ട് ജാറം തോട്ടാണ്. അതെവിടെയാ? കാസർഗോഡ് ജില്ലയിലെ ചെറുക്കുളത്തെ ജാറം ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് കാണിക്കാം. എന്താ, ഒരു കവുങ്ങിനൊക്കെ മൊത്തത്തിൽ കേരളത്തിൽ രോഗം വന്നൊരു സമയം ഉണ്ടായിരുന്നു. മൊത്തം കവുങ്ങും തോട്ടുകാർ വളവൻ വെട്ടിയിട്ട് 10 ലോഡ് കല്ലടിച്ചിട്ട് 80 അടി 90 അടി നീളത്തിൽ ജാറം കെട്ടിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു, ചെലവില്ല, അല്ലെ? സ്വപ്നം കാണാൻ ചെലവുണ്ടോ? ചെലവില്ല. എന്നിട്ടോ എന്തോ ഉസ്താദേ സ്വപ്നം കണ്ടത്? ഇവിടെ മുഴുവൻ രക്തസാക്ഷികളുടെ ഖബറല്ലേ? അപ്പോ ഇവിടെ മുഴുവൻ ജാറം കെട്ടണം എന്നാര് പറഞ്ഞു?
സ്വപ്നത്തിൽ എന്നോടൊരു മഹാത്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്താ തെളിവ്? ഞാൻ പറയണേന്റെ തെളിവ് അല്ലെ. എന്നിട്ടോ ജാരം കെട്ടിയപ്പോ വളരെ പ്രസിദ്ധനായ ഒരു ഇസ്ലാമി പണ്ഡിതന്റെ കൂടെ ആ പ്രദേശത്ത് നമ്മളും പോയി. ചെന്ന് അങ്ങോട്ട് കയറുമ്പോ ചെരുപ്പിട്ട് കയറാൻ വരുമ്പോ പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഔലിയാക്കളുടെ ഖബറുണ്ട്, ചിലപ്പോ നിങ്ങൾ ചവിട്ടുന്ന ആ സ്ഥലത്ത് നാളെ മറ്റൊരു ജാറം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ ചെരുപ്പിട്ട് ചവിട്ടാൻ പറ്റൂല. അപ്പോ അദ്ദേഹം ചോദിച്ചു, മോനെ ഈ കല്ലുമുള്ളുള്ള സ്ഥലത്ത് എങ്ങനെയാ ചെരുപ്പിടാതെ കയറാ അല്ലെ? മെല്ലെ കയറി. എന്നിട്ടിങ്ങനെ 90 അടി 80 അടി നീളമുള്ള സാധനം കണ്ടപ്പോ ചോദിച്ചു, എന്തടി കിടക്കണ ജന്തു, ഇത് 90 അടി 80 അടി നീളമുണ്ടല്ലോ, അത് മനുഷ്യനാവോ മൃഗോ അതോ എന്താണ് സാധനം എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് അങ്ങനൊന്നും പറയരുത്, കുരുത്തക്കേട് തട്ടുന്നാണ് അല്ലെ. ആ ജാരത്തിനെതിരിൽ ശക്തമായ സമരങ്ങൾ ഉണ്ടായി. കേരളത്തിൽ പ്രഭാഷണ വേദികളിൽ നിന്ന് ശക്തമായ സമരങ്ങൾ ഉണ്ടായപ്പോ പിൻവലിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ജാരം കെട്ടാൻ പറയുകയോ ജാരം കെട്ടുകയോ ഒരു സ്വഹാബിയുടെയെങ്കിലും ജാരം പൊന്തിക്കുകയോ ചെയ്തിട്ടില്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഖബറിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ കുപ്പകളും ആ ഖബറുകളും കെട്ടിപ്പൊക്കിയ ഖബറുകളും മസ്ജിദുൽ ഖിറാർ എന്ന മുനാഫിഖിന്റെ പള്ളിയെക്കാളും അപകടകാരിയാണ്. അതുകൊണ്ട് ആ ഏർപ്പാട് പോകല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാര്, നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്ദേശം പഠിച്ച ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ തല്ലിപ്പൊളിക്കാനാണ് ഓർഡറെങ്കിൽ ആ തല്ലിപ്പൊളിക്കാനുള്ള ഓർഡർ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് സൂര്യനോട് വരെ പ്രാർത്ഥിക്കാം, സൂര്യന് സ്വയം കഴിവില്ലെങ്കിലെന്ന പ്രസ്താവനയുമായി ഇതാ അള്ളാഹുവിന്റെ ഔലിയാക്കളെന്നല്ല വിഗ്രഹത്തിന്റെ മുന്നിലും തേടാമെന്ന ഫത്വ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി ഈ ഖബറിൽ കിടക്കുന്നതോ, ഈ ഖബറിൽ കിടക്കുന്ന ഔലിയാക്കൾ എന്ന് പരിചയപ്പെടണമല്ലോ അല്ലെ. മുജാഹിദ് പ്രസ്ഥാനം ഔലിയാക്കളെ എതിർക്കുന്നതാണ്, ഔലിയാക്കളെ വിമർശിക്കുന്ന പ്രസ്ഥാനം എന്നാണ് ഒരു പേര് അല്ലെ. 2 കറാമത്തിനെ എതിർക്കുന്ന പ്രസ്ഥാനം എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്ന ഔലിയ ആരാ നിങ്ങൾ കാണാം? ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അദ്ദേഹത്തോടൊരു ചോദ്യം, അല്ല ഉസ്താദേ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കലുണ്ടോ? അപ്പൊ മൂപ്പര മറുപടി, ഞാൻ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ച് കഴിക്കലില്ല. കാരണം ഭക്ഷണം കഴിക്കുമ്പോ അത് ബാസുവാദ്യമൂത്രത്തിൽ ഇപ്പൊ കൈയിടേണ്ടി വരും. ഓലക്കടി ഉണ്ടല്ലോ, ഓലക്കടി തൊടുമ്പോ ബാസുവാദ്യമൂത്രത്തിലും മഹമ്മദ് വാദ്യമൂത്രത്തിലൊക്കെ കൈവെക്കേണ്ടി വരും. അങ്ങനെ വെച്ചാന്താ, അത് നമ്മൾ മന്ത്രിക്കുമ്പോ ജിന്മക്കൾ ഇങ്ങനെ വന്ന് തൂങ്ങണ നേരാ. അപ്പോ അതിന്റെ ലിങ്ക് നഷ്ടപ്പെടുന്ന, നേരത്തെ പറഞ്ഞല്ലോ ഇത് സൈറ്റ് അഡ്രസ് www, ആ ഒരുപാടുള്ള www, അതിനുള്ള ലിങ്ക് നഷ്ടപ്പെടുന്നതാണ് അല്ലേ. അത്ര സൂക്ഷ്മതയുള്ള ശേഖ് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വേവിക്കുമ്പോ എന്തെങ്കിലും അശുദ്ധി കയ്യിലാകുമെന്ന് കരുതിയിട്ട് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വേവിക്കാത്തൊരു ശേഖരം നിങ്ങൾ പരിചയപ്പെടുക. അദ്ദേഹത്തിന്റെ വാചകത്തിലേക്ക് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന പേര് തൽക്കാലം കൈരളി ശേഖ് എന്നാണ്. ഒരു പേരില്ലാത്ത ശേഖന്മാരുണ്ടല്ലോ, കിടക്കട്ടെ. കൈരളി ശേഖ് എന്ന പേരിലുള്ള ശേഖന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണമൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിച്ചൂടെ? അതോ നമ്മളെ വലത്തെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ഇല്ലേ, ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുമ്പോ തെങ്ങ് അതിന്റെ ഓലക്കടി വിഗും. വീണ വട്ടയില് നമുക്ക് പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല, അത് ഉണങ്ങി വിഗും. ചെലപ്പം വാസുവാക്യ മൂത്തരത്തിൽ വിൽക്കും, ഇല്ലെങ്കിൽ മഹമ്മദ് വാക്യ മൂത്തരത്തിൽ വിൽക്കും. അത് ഈ കൈ കൊണ്ട് എടുത്തിട്ട് അത് എല്ലാം പറ്റും. ഈ അടുപ്പിലിത് കത്തിച്ചുമ്പോ ഈ ഓലക്കടി 4 വട്ടം നീക്കും. അപ്പൊ കൈ വൃത്തിയിട്ട് ഞങ്ങളെ കൈമ ഈ ചരട് മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കള് വന്ന് തൂങ്ങണ നേരം. അപ്പൊ ഇതാണ് ചെന്നാല് നമ്മള് എണ്ണ തേച്ചിട്ട് നല്ല ചന്ദ്രിക സോപ്പ് തേച്ചാൽ ആ എണ്ണടും തുള്ളിയില്ല, അതേ വരച്ച് നാസം. അതുകൊണ്ടാ വെച്ചുണ്ടാക്കലും. അതുകൊണ്ടാണ്, മനസ്സിലായല്ലോ, അത്ര സൂക്ഷ്മതയുള്ള ശേഖാണ്. അത്ര സൂക്ഷ്മതയുള്ള ജീവിതം സമ്പൂർണമായി കൊണ്ടുപോകുന്ന ശേഖാണ്. ഇനി അദ്ദേഹത്തിന്റെ അടുക്കൽ ആരൊക്കെയാ വരുന്നത്? അദ്ദേഹം വലിയ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഗൾഫ് പ്രവാസികൾ വരാറുണ്ട്. ഓരോ ജാർത്തികളും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും അല്ലെ. ആശുപത്രിയിൽ ചെന്നാൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അസ്ഥിരോഗ വിദഗ്ധൻ എന്നൊക്കെ പറയുന്നത് പോലെ ജാരങ്ങൾക്കുണ്ട് ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ. കാഞ്ഞിരമറ്റത്ത്
അത് പിന്നെ കാലികൾക്കുള്ള പ്രത്യേക സംഭവമാണ്. കാലികൾക്ക് അസുഖം വന്നാൽ അവിടെ വെറ്റിനറിയാണ് നടക്കുന്നത്. വെറ്റിനറിയുടെ പ്രധാന ഔലിയാണ് അദ്ദേഹം. എന്ത് ചെയ്യും? അവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യും. ഇനിയോ കോഴിക്കോട് ബീച്ച് റോഡിലെ ഷേഖോ മൂപ്പരുടെ ഡ്യൂട്ടി കയ്യിനും കാലിനും അസുഖം വന്നാൽ അസ്ഥിരോഗ വിദഗ്ധനാണ്. കാലപ്പം കയ്യപ്പം കണ്ണപ്പം ഉണ്ടാക്കി കൊടുത്ത എല്ലാ അസുഖം മാറ്റി കൊടുക്കും അല്ലെ. അപ്പൊ ഒരു വികൃതി ചോദിച്ചു, അല്ല ഉസ്താദേ, ഒരാൾക്ക് എയ്ഡ്സ് വന്ന് എന്ത് ചെയ്യും? ഇത് കഥയായതുകൊണ്ട് കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരവില്ല. ഇരിക്കട്ടെ, എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന്. ഒന്നല്ല, ഒരുപാട് സ്പെഷ്യലൈസേഷനാ ഇദ്ദേഹത്തിന്. കുട്ടികളിലെ ചെല്ലണം, കുട്ടി റെഡി. മോളെ വീട്ടിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്നുണ്ടോ? വിവാഹപ്രായത്തിയ മോളുടെ കല്യാണം നടത്തലാണ് വേറൊന്ന് വിഷബാധ ഉണ്ടെങ്കിൽ ആ വിഷബാധ മാറ്റി കൊടുക്കലാണ് മറ്റൊന്ന് അല്ലെ. ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഗൾഫ് പ്രവാസികളും വലിയ വലിയ ആളുകളൊക്കെ വരാറുണ്ട്. അത് കൈരളി ലേഖകന്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ കേൾക്കുക. ഔലിയയെ തേടി പലയിടങ്ങളിൽ നിന്നും ദുരിത നിവാരണാർത്ഥം ആളുകൾ എത്തുന്നു. ഏതുവിധ ബലാലു മുസീബത്തുകൾ, കൈവിഷം, മറ്റു കൂടിയ ആപത്തുകൾ, കൃഷി, കച്ചവടം ഇത്യാദി തൊഴിലുകളിലെ എല്ലാ ഹലാലായ മുറാദുകൾ, വിവാഹ സന്താന ഭാഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ ശിഫ നേടിക്കൊടുക്കുന്നുവെന്ന് ദർഗാ ഷരീഫിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. പ്രാർത്ഥനയും തകിടെഴുതലും മന്ത്രിക്കലുമാണ് ചികിത്സാവിധികൾ. ഗൾഫ് പ്രവാസികളുടെ ആഗ്രഹ നിവൃത്തികളും മസ്താൻ നിറവേറ്റുന്നു. ഇങ്ങനത്തെ ഒരാൾക്ക് എല്ലാവരും ആഗ്രഹം പൂർത്തീകരിക്കണം. മൂപ്പർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? ഉടനെ തകിട് റെഡി. തകിട് റെഡി. ഇപ്പുറത്താണോ? ഏലസ് റെഡി. മോളെ കല്യാണാണോ? അയാളെ കണ്ടു, പോയി സംസാരിച്ചു, പ്രശ്നം തീർന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവുന്നതാണ്. എല്ലാവരും ആഗ്രഹം പൂർത്തീകരിക്കുന്ന അദ്ദേഹത്തോടുള്ള ആ ചോദ്യവും അതിന് നമ്മുടെ കൈരളി ശേഖന്റെ ഉത്തരവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആഗ്രഹങ്ങളൊന്നുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതേതൊക്കെയാണ് 31 ആഗ്രഹങ്ങൾ? 31 എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിസാബിയാണ്. രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ്. രണ്ടും അവരെ വെവ് സുന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. അതിനുള്ളൊരു ആശയാണ് എനിക്ക് ആകെ ഉള്ളൊരു ആശ. മനസ്സിലായല്ലോ? ആ ഒരു ആശ മാത്രമേ മൂപ്പർക്കുള്ളൂ. നാട്ടിലെല്ലാ കല്യാണം നടത്തുന്ന ശേഖനെ ബിരിയാണിയും നെയ്ച്ചോറും തന്നതുപോലെയാണ്. ഫാത്തിമത്ത് സൂറാബിണ്ട്, ആയിസാബിണ്ട്. ഓല രണ്ടാളും കല്യാണം നടക്കണമെന്നാണ് അല്ലെ. വേണമെങ്കിൽ ശ്രമിക്കണം എന്നുള്ളതാണ്. രണ്ടാളും ബീവിമാരാ. 2 ജാറത്തിനുള്ള സ്കോപ്പ് കൂടി ഉണ്ട് അല്ലെ. 2 ജാറത്തിനോടുള്ള ചാൻസ് കൂടി ഉണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിരക്ക് 31 ആഗ്രഹങ്ങളില് ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോ പോലതാണ്. ബാക്കി ആഗ്രഹം കൂടെ പറഞ്ഞാലോ? ബാക്കി ആഗ്രഹം കൂടെ പറഞ്ഞാൽ നമുക്ക് മെന്റൽ ആശുപത്രിയിൽ പോയി 2 ഗുളിക വാങ്ങിത്തരണം, വിളിക്കാനൊരു സംവിധാനം ഏർപ്പെടുത്തി തരണം. ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ ബാക്കി പറയാനുണ്ടാവുക. അപ്പൊ ചോദ്യം, ഇത് ഞങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? കാറ്റ് പോകാൻ കാത്തിരിക്കാൻ, അതാണ് ബന്ധം അല്ലെ. കാറ്റ് പോകാൻ കാത്തിരിക്കുകയാണ്, അതാണ് ബന്ധം. നിങ്ങളിത് കാണുക. ഇതാരാന്നറിയോ? ഇത് ഓച്ചിറ വലിയുള്ളാഹി ഓച്ചിറ ഉപ്പാപ്പറ. ഇത് വലിയുള്ളാഹി ഓച്ചിറ ഉപ്പാപ്പറ. എന്താ കഥ? കരുനാഗപ്പള്ളി പ്രദേശത്തുണ്ടായിരുന്ന കുപ്പുസ്വാമി എന്ന മനുഷ്യൻ ആ അമ്പലത്തിലുണ്ടാവും, യഥാർത്ഥ പള്ളിയിലുണ്ടാകും. ഈ 2 സ്ഥലത്ത് ഒരേപോലെ ഉണ്ടാകുന്ന ആള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുപ്പ പൊറുക്കിയപ്പോ ആളുകൾ പേര് കൊടുത്തു കുപ്പുസ്വാമി. അങ്ങനെ കുപ്പുസ്വാമി കാറ്റുപോയി. എല്ലാവരോടും തെണ്ടിത്തിരിഞ്ഞ് 2-4 രൂപ വാങ്ങി കഴിയുന്ന അദ്ദേഹം പള്ളിയിലും അമ്പലത്തിലും വന്നപ്പോ ആളുകളൊക്കെ പറഞ്ഞു, മതസൗഹാർദ്ദത്തിന്റെ വലിയ ചിഹ്നം തന്നെ അല്ലെ, മതസൗഹാർദ്ദത്തിന്റെ വലിയ ചിഹ്നമാണ് എന്ന് പറഞ്ഞ് ആളുകൾ അദ്ദേഹത്തെ കൊണ്ടു നടന്നു. അദ്ദേഹം മരിച്ചപ്പോ ഉടനെ ഏറ്റെടുക്കാൻ ആളുണ്ടായി. ആരാ? പള്ളി കമ്മിറ്റി ഏറ്റെടുത്തു. പള്ളി കമ്മിറ്റി ഏറ്റെടുത്തപ്പോ ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു പറ്റില്ല. അമ്പല കമ്മിറ്റി പറഞ്ഞു കുപ്പുസ്വാമിയാണ് ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾക്ക് വേണം. കരുനാഗപ്പള്ളി പ്രദേശം ഒരു വലിയ വർഗീയ സംഘടനത്തിലേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ടായി എന്നാണ്. കേരളത്തിൽ ഈ അടുത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്ന
സലീം ഹമദാനി എന്ന മനുഷ്യൻ തീവ്രവാദത്തിന്റെ വടിവാൾ സംസ്കാരം കൊണ്ട് നന്മയുടെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ച ചില ആളുകൾ രാത്രിയിലെ ഇരുണ്ട രാത്രി ക്ലാസുകളിൽ നിന്നും പ്ലാൻ ചെയ്യപ്പെട്ട പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും തൗഹീദിന്റെ വെളിച്ചത്തെ കെടുത്താൻ ശ്രമിച്ചിട്ടും അതിജയിച്ചെന്ന് പ്രഭാഷണ വേദികളിൽ സജീവനായ സലീം ഹമദാനി അദ്ദേഹം പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണത്തിൽ ഒന്നിതായിരുന്നു. അവസാനം സ്ഥലം പോലീസ് ഇടപെട്ടു. പോലീസ് ഇടപെട്ടിട്ട് യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഹിന്ദുക്കളോട് ചോദിച്ചു, മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശരീരം എന്തിനാ നിങ്ങൾക്ക്, നിങ്ങൾ വിട്ടുകൊടുത്തേക്ക്. ഹിന്ദുക്കൾ സലീം ഹമദാനി അന്നത്തെ SSFന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ജില്ലാ പ്രസിഡന്റായ സലീം ഹമദാനി കൂടെയുള്ളവരോട് പറഞ്ഞു, അറിയില്ലേ ഈ മനുഷ്യന്റെ ചരിത്രം, നമുക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുകയാണ്, എന്നോട് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ അന്ന് കണ്ണുരുട്ടി. അപ്പോൾ ഹിന്ദു സുഹൃത്തുക്കൾ പിന്മാറി. അങ്ങനെ വലിയവാഹി ഓച്ചറ ഉപ്പാപ്പറ അയാളുടെ ഖബറ് പൊന്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തിരുനെൽവേലിയിൽ നിന്നൊരു സംഘം ആളുകൾ വന്നു, 5-8 ചെറുപ്പക്കാർ. അവര് വന്നിട്ട് പറഞ്ഞു, പത്രത്തിൽ ഞങ്ങൾ ഫോട്ടോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലുള്ള ഒരാളെ പള്ളിയിൽ കൊണ്ട് മറമാടിയപ്പോ പത്രങ്ങൾ മുഴുവൻ അത് സാമൂഹിക ഐക്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നമായിട്ട് ചിത്രീകരിച്ചു. അപ്പൊ പത്രത്തിൽ ഞങ്ങൾ ചിത്രം കണ്ടിരുന്നു, അത് ഞങ്ങളുടെ അച്ഛനാണ്, എന്താ ഗോപാലകൃഷ്ണ സ്വാമി എന്നോ അച്ഛനാണ് അവര് പറഞ്ഞ പേര്. അദ്ദേഹം നാട് വിട്ടതാണ്, അതുകൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഓച്ചറ ഉപ്പാപ്പ് വലിയ റായാണ്, അതുകൊണ്ട് വേണമെങ്കിൽ സിയാറത്ത് നടത്തിക്കോ, അപ്പുറത്തെ പാത്രത്തിൽ പണമിട്ടോ, തിരിച്ചു പോയിക്കോ എന്നാണ്. അല്ലേ, കാറ്റ് പോയപ്പോൾ ആവശ്യമുണ്ടായി. നോക്കൂ, നിങ്ങൾ ഡ്രസ്സ് പോലുമില്ലാത്ത ഈ മനുഷ്യനെ കാണൂ സുഹൃത്തുക്കളെ. നിങ്ങൾ ഡ്രസ്സ് പോലുമില്ലാത്ത ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വസ്ത്രം പോലുമില്ലാത്ത ഈ മനുഷ്യനെ വലിയായിക്കൊണ്ട് നടക്കുന്നവർക്ക് ഞാൻ നേരത്തെ കാണിച്ച ശേഖന്റെ ശരീരത്തിൽ തീർച്ചയായും ഈ നിലക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോ അത് വലിയ അത്ഭുതം ഉണ്ടാകൂല, അല്ലെ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ വരുമ്പോ അത് വലിയ അത്ഭുതമായി തോന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇതുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതും ആലോചിക്കേണ്ടതാണ്. മുനമ്പത്ത് ബീവി എന്ന പേരിൽ പ്രസിദ്ധയായ ഒരു ബീവി ഉണ്ടായിരുന്നു, അല്ലേ? എന്താ ബീവിന്റെ കഥ? ബീവിന്റെ കഥ ഞാൻ കൂടുതൽ പറയണ്ട. ബീവിയുടെ കഥ, ഏതോ ഒരു ശരീരം കടൽ തീരത്ത് വന്ന് അടിഞ്ഞു. അന്ന് ആരുണ്ടായില്ല അത് ഏറ്റെടുക്കാനും അത് സംരക്ഷിക്കാനും ആരും ഉണ്ടായില്ല. എങ്കിൽ നിങ്ങൾ കേട്ടോളൂ, ആരുമില്ലാത്ത ഈ ശരീരം സംരക്ഷിക്കാൻ പിന്നെ ആളുണ്ടായി. അതൊരു സ്വപ്ന. അങ്ങനെയാണ് ജാരങ്ങളൊക്കെ ഉണ്ടാകല്. ചെലവില്ലല്ലോ, സ്വപ്നത്തിന് ചെലവില്ല. പിന്നെ കെട്ടിടണം 15 കല്ല്, ചെലവുണ്ടോ? അതിനും ചെലവില്ല. സ്പോൺസർ. പിന്നെ ഒരു നീലക്കുപ്പിന് പച്ച പെയിന്റിന്റെ ഒരു കുപ്പി, അതിന് ചെലവുണ്ടോ? അതിനും ചെലവില്ല. പിന്നെ അന്തോ ബുദ്ധിയില്ലാത്ത ഒരുത്തനെ കിട്ടണം, അവിടെ അത് മൂടാനും പൊക്കാനും താഴ്ത്താനും നിൽക്കാൻ, അല്ലെ? ഒരാളും റെഡിയായപ്പോ ചീഞ്ഞളിഞ്ഞ ശരീരം, ഇത് ആണാണോ പെണ്ണാണോ, ഇത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയാത്ത ശരീരത്തിന് പേര് കൊടുത്തു മുനമ്പത്ത് ബീവി. ആദ്യം ചീഞ്ഞളിഞ്ഞ ശരീരമെന്നും ഇത് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ബീവിയല്ല എന്നും പറഞ്ഞ ആളുകൾ പിന്നെ ആ ബീവിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ടോ അവരെ പേരിൽ നല്ല കഥാപ്രസംഗങ്ങളുമായി മുനമ്പത്ത് ബീവിയുടെ പതിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പതിലുകൾ പ്രചരിപ്പിക്കുന്ന രംഗം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കാണുക, നിങ്ങളത് വീക്ഷിക്കുക. മനോഹരമായ ഭാഗത്ത് ജനവാസം നന്ന കുറവ്. മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ താമസിക്കുന്ന ഈ നാടിന്റെ മനോഹരമായ തീരത്തേക്കാണ് അത്ഭുതത്തിന്റെ അക്ഷയകനിയായ ബീവിയുടെ വിശുദ്ധ ജനാസ ഒഴുകിയെത്തുന്നത്. അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ വളരെ അതപോടെയാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. മന്ദം മന്ദം തീരത്തേക്ക് ഒഴുകി വരുന്ന പുണ്യ ജനാസയെ കടൽ തീരം കയ്യേറ്റുവാങ്ങി. ഉലകത്തിന്റെ 1000 വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽ തീരം രോമാഞ്ചമണിഞ്ഞു. ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്ക് ആവാഹിച്ച യുഗപുരുഷന്മാരെ പ്രസവിച്ച നാടാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും വെളിയങ്കോട് ഉമർ ഖാദിയും ഈ നാടിന്റെ മക്കളാണ്. കൂടാതെ മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട്
ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ഇറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരു ഇതിഹാസത്തിന്റെ പൊൻതൂവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പുതുവന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹ. റളിയല്ലാഹു അൻഹ അല്ലേ? ചീഞ്ഞടിഞ്ഞൊരു ശരീരത്തിന്റെ പേരിപ്പെന്താ? റളിയല്ലാഹു അൻഹ. ഇത് എന്റെ വാചകല്ല, മറിച്ച് ചീഞ്ഞടിഞ്ഞ ശരീരം അവിടെ വന്നടിഞ്ഞു എന്നത് ഇവിടുത്തെ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ എഴുതിയതാണ്. ഇവിടെ വരുന്ന ഒച്ചനാ കേട്ടത്, കുള്ളുകുള്ളൊന്നുമില്ലേ, വരുന്ന ഒച്ചനാ കേട്ടത്. ഇനിയോ എങ്ങനെയാ വന്നത്? മന്ദം അല്ലേ? മന്ദം വെള്ള കടൽ തീരത്തേക്ക് ഒഴുകി. അത് വ്യവസായമായപ്പോ ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ജാര വ്യവസായമാണ്. മുതൽ മുടക്കില്ലാത്ത വ്യവസായം, ഏറ്റവും വലിയ മാഫിയ അത് ജാര വ്യവസായമാണ്. സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ളതിനെയാണ് നമ്മൾ വിമർശിച്ചത് അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കബരം കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കൈരളി ശേഖന് ജീവിച്ചിരിക്കുമ്പോ ആവശ്യമുണ്ടാവില്ല, പക്ഷേ കാറ്റ് പോയാലോ ഏറ്റവും വലിയ ജാരം അയാളുടേതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വലിയുള്ളാഹി യോച്ചറോപ്പാപ്പറ, ഇയാളെ പിന്നെ ആരേറ്റെടുത്തു? നിങ്ങൾ കാണുക, SSF കരുനാഗപ്പള്ളി ഡിവിഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വലിയുള്ളാഹി യോച്ചറോപ്പാപ്പറ അനുസ്മരണ സമ്മേളനം ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയുമോ? വലിയുള്ളാഹി ഓച്ചറോപ്പാപ്പറായുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോയി. കുപ്പുസ്വാമി എന്ന മനുഷ്യനെ മറമാടിയിട്ട് അയാളുടെ ശരീരം മറമാടപ്പെട്ട സ്ഥലത്ത് പോയി അനുസ്മരണ സമ്മേളനം നടത്താൻ 2 മണിക്കൂർ പ്രസംഗിക്കാൻ 5 മണിക്കൂർ യാത്ര ചെയ്ത് അദ്ദേഹം പോവുകയാണ്. ഈ സമുദായത്തെ ഇവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നത് നമ്മൾ ഏറെ ബേജാറോടെ കൂടെ കാണേണ്ട സംഗതിയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിലുള്ള ഔലിയാക്കളെ നമ്മൾ കണിശമായി വിമർശിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ ബുദ്ധി പിന്നെ മനുഷ്യൻ ഒരാൾക്ക് കഴിവ് അല്ലാഹുവിന് മാത്രമാണെന്ന ചിന്തയോട് കൂടെ കല്ലിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോ ഇന്ന് കല്ലിനോട് തേടുന്ന ഘട്ടം വന്നു. നിങ്ങൾ കാണുക, പെരിന്തൽമണ്ണയിൽ നിന്ന് പിന്നെ പാലക്കാട്ടേക്കുള്ള യാത്രയിൽ നാട്ടുകല്ലി എന്ന പ്രദേശത്ത് ഉള്ള ഒരു കല്ലിന്റെ മഹത്വം അവരുടെ സ്വരത്തിൽ നിങ്ങൾ കേൾക്കണം. അവരുടെ സ്വരത്തിൽ നിങ്ങൾ കേൾക്കണം. എന്താ കല്ലിന്റെ മഹത്വം? അവിടെ മീസാൻ കല്ലുണ്ടായിരുന്നു. ആ മീസാൻ കല്ലിങ്ങനെ വളരാൻ തുടങ്ങി. എന്നിട്ടോ വളർന്ന് പടർന്ന് പന്തലിച്ചിങ്ങനെ പോകാൻ നിൽക്കുമ്പോ പെട്ടെന്ന് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിൽ നിന്ന് ഭൂതം വരും പോലെ അതാ വരുന്നു മമ്പറത്തെ തങ്ങൾ. കല്ലിനെങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, കല്ല് ഇനി വളരരുത്. അപ്പൊ വിനയത്തോടെ കല്ല് വളർച്ച നിർത്തി. എന്നിട്ടോ അതിൽ നിന്നൊരു കഷ്ണം നെല്ല് പൊളിഞ്ഞ് താഴോട്ട് വീണു. അവിടെ ചവിട്ടരുതേ എന്ന് എഴുതി വെച്ച് അത് സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. കല്ലിനെയാണ് ഈ സമുദായം പൂജിക്കുന്നത്. അത് CD-യിലാക്കിയിട്ട് ജാരത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറക്കിയ CD-യിൽ ശബ്ദം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ശബ്ദത്തോടു കൂടെ അത് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് ജീർണതയാണോ അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക. നിങ്ങൾ കാണുക, മണ്ണാർക്കാടിനുമിടയിൽ പെരിന്തൽമണ്ണയിൽ നിന്നും 16 കിലോമീറ്റർ ദൂരെയാണ് പ്രസിദ്ധമായ നാട്ടുകൽ മക്കാം. മഹാനായ വലിയുല്ലാഹി ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. എല്ലാ തിങ്കളാഴ്ച രാവിലും ഈ മഖബറയിൽ വെച്ച് വിശ്വാസികളുടെ കൂട്ടമായ ദിക്ർ ഹൽഖ നടന്നുവരുന്നു. ദുൽഖഅദ് മാസം പകുതിയിൽ മഹാനവറുകളുടെ പേരിലുള്ള നേർച്ചയും ഇവിടെ നടക്കുന്നുണ്ട്. മഹാന്റെ കബറിന് പുറത്തുള്ള മീസാൻ കല്ലാണിത്. ഇത്രയും വലിയ ഒരു കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, മറിച്ച് ഇവിടെയുണ്ടായിരുന്ന ചെറിയ മീസാൻ കല്ല് മഹാനവറുകളുടെ കറാമത്തിനാൽ വളരാൻ തുടങ്ങുകയായിരുന്നു. വളർന്ന് അത് വലിയൊരു പാറക്കല്ലായി മാറി. ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഒരിക്കൽ തങ്ങൾ ഈ മഖബറയിൽ സിയാറത്തിന് വന്നു. തങ്ങൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വടികൊണ്ട് മതി, ഇത്രയും മതി എന്ന് പറഞ്ഞ് മീസാൻ കല്ലിനടിച്ചു.
അതോടെ കല്ലിന്റെ വളർച്ച നിന്നുവെന്നാണ് ചരിത്രം. വളർന്നു വലുതായ മീസാൻ കല്ലിൽ നിന്നും പിൽക്കാലത്ത് ഒരു കഷ്ണം അടർന്നു വീണു. അതിപ്പോഴും മഖബർക്ക് മുന്നിൽ തന്നെ കിടക്കുന്നു. ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു മഹാത്ഭുതമുള്ള സ്ഥലമാണിത്. കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ സൈഡിൽ തന്നെയായതിനാൽ സിയാറത്തിന് നല്ല സൗകര്യമാണ്. വലിയുള്ളാഹി ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നാണ് പേരെഴുതിയിരിക്കുന്നത്. ഈ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള പേര് എവിടുന്ന് കിട്ടി എന്നത് വേറെ ആലോചിക്കേണ്ട പഠിക്കേണ്ട വേറൊരു വിഷയമാണ്, അല്ലേ? ഒരു അഡ്രസ്സും ഒരർത്ഥവുമില്ലാത്ത ശൈഖന്മാരെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ആളുകൾ പൂജിക്കാറും ഇങ്ങനത്തെ ആളുകൾ കൊണ്ടു നടക്കാറുമുള്ളത്. ഇത് പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിൽ നാഷണൽ ഹൈവേയുടെ വക്കത്താണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇവരുടെ തന്നെ സ്വരത്തിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇവിടെ ഉയർത്തി നിൽക്കുന്ന ഈ കല്ലിനെയാണ് സത്യത്തിൽ ഈ സീഡിയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് തന്നെ ഇതിന്റെ മഹത്വം വിശദീകരിക്കുന്ന രംഗങ്ങൾ അതായിരുന്നു നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്താ കല്ലിന്റെ മഹത്വം? ഇത് മീസാൻ കല്ലാണ്. ഈ മീസാൻ കല്ല് ഇങ്ങനെ വളരാൻ തുടങ്ങിയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളർന്നു പോയപ്പോ ഇനിയും വളർന്ന പ്രശ്നമാക്കുന്നുള്ളവർക്ക് മമ്പർത്ത തങ്ങൾ വന്നിട്ട് ഇത് ഇനി വളരേണ്ടെന്ന് കല്ലിനോട് പറഞ്ഞുവെന്നാണ് ഇത് ക്യാമറയിൽ പകർത്തുക, അല്ലെ? എന്നിട്ട് സീഡിയാക്കുകയാണ്. എന്നിട്ടോ ഇത് സമുദായത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമുദായം എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ, ഈ സമുദായം പ്രവാചകൻ പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, തീർച്ചയായും അന്ത്യദിനം വന്നെത്തുകയില്ല, ഹത്താ തൽഹഖ ഖബായിലുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മുശ്രിക്കീങ്ങളുമായി ചേരുന്നൊരു കാലഘട്ടം വരെ, മുശ്രിക്കീങ്ങളുടെ ആരാധനകളുമായി ചേരുന്ന ഒരു കാലഘട്ടം വരെ തീർച്ചയായും എന്റെ ഉമ്മത്തിൽ ഒരിക്കലും അവർക്ക് ഖിയാമത്ത് നാൾ വന്നെത്തുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞ അവസ്ഥയിലേക്ക് ലാത്തയെ ഇനിയും ആരാധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന അർത്ഥത്തിൽ പ്രവാചകൻ സംസാരിച്ചെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് മുസ്ലിം സമുദായം തിരിച്ചു നടന്നിരിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തീർച്ചയായും ഏറ്റവും വലിയ വിശ്വാസ ജനതയെ സംബന്ധിച്ച് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഇവിടെ പ്രചാരണ പരിപാടികളുമായി രംഗത്ത് വന്നത് എന്ന സത്യം നമ്മൾ മറക്കാതിരിക്കുക. കല്ലിനെ ആരാധിക്കുന്ന, ആ കല്ലിനെ പൂജിക്കുന്ന, ആ കല്ലിനെ പ്രാർത്ഥനാ കേന്ദ്രമാക്കുന്ന ആളുകളെ തന്നെ അവര് ജാറത്തിന്റെ മുന്നിൽ റുകൂഅ് ചെയ്യിച്ചു, ജാറത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യിച്ചു. ജാറം ഒന്ന് പോരാഞ്ഞിട്ട് ജാറം തോട്ടം കെട്ടി. ഇനി ആ ജാറങ്ങളിൽ കിടക്കുന്ന ഔലിയാക്കളുടെ കോലവും നമ്മൾ കണ്ടു. ഇനിയോ അവര് കല്ലിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. കല്ലും കഴിഞ്ഞാൽ മരത്തിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്. ആ രംഗം നിങ്ങൾ കാണുക. മരത്തിലേക്ക് ക്ഷണിക്കുന്ന രംഗം സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക. എന്താ മരത്തിൽ ഒരു വലിയൊരു വേരാണ്. ആ വേരിനെ സംബന്ധിച്ചുള്ള കറാമത്ത് കറാമത്താണ് വല്ലാത്ത ഹരം. ഈ വേരിങ്ങനെ വളരാൻ തുടങ്ങിയ ഒക്കെ വളർന്നിട്ട് അത് കൊമ്പിന്റെ മുകളിലൂടെ അങ്ങനെ പോകുമ്പോ കൊമ്പ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയ ഭയങ്കര കറാമത്ത്, അല്ലെ? ഭയങ്കര ജാതി കറാമത്ത്. ഇതിങ്ങനെ കൊമ്പ് ഈ വേരിങ്ങനെ മറ്റു മരങ്ങളുടെ മുകളിലൂടെ ചെല്ലുമ്പോ വേല ഉലിയപ്പാപ്പാക്ക് വേണ്ടി മറ്റുള്ളവർ വഴിമാറിക്കൊടുത്തു എന്നാണ് കഥ. എന്നിട്ടോ അവിടെയും വിരിച്ചു ഒരു പച്ചവിരി, അല്ലെ? പച്ചവിരിക്ക് ചെലവില്ല, അവിടെയും വിരിച്ചു ഒരു പച്ചവിരി. ഇനി നിങ്ങൾക്ക് കാണാം ഒരു മുസ്ലിയാർ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെ ജാലമില്ല, അവിടെ ശൈഖില്ല, അവിടെ വലിയില്ല, അവിടെ ആരും മറവിട്ടിട്ടില്ല. അവിടെ പ്രാർത്ഥിക്കുന്നത് ഈ വേരിനോടാണ് പ്രിയപ്പെട്ടവരെ. അവിടെ പ്രാർത്ഥിക്കുമ്പോ നഗ്നത മറക്കാത്ത പെണ്ണിന്റെ ശരീരം പ്രശ്നമല്ല. അള്ളാഹുവിന്റെ പള്ളിയിലെ മിനാരങ്ങളിലെ വിളികേട്ട് ഒരു പെണ്ണ് പള്ളിയിൽ പോയാൽ അത് വേണ്ട വൃത്തിക്കാണെങ്കിൽ ഔറത്ത് മറച്ച് ശരീരം മറച്ചു പോകുന്ന പെണ്ണിനെ വിമർശിക്കുന്ന ആളുകൾ തന്നെ അവര്
ശേഖന്മാര് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പുത്തിരിപ്പാടം എന്ന പ്രദേശത്തെ മുസ്ലിയാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഒരാൾക്കും ഇതാ വസ്ത്രം മര്യാദക്കില്ല എങ്കിലത് തിന്മയല്ല. എന്നിട്ട് കലാമത്തോ വേര് പോകുമ്പോ വേരിങ്ങനെ വളരും, ആ വേര് വളരുമ്പോ കൊമ്പിങ്ങനെ പൊട്ടുന്നതാണ് അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ഏത് നട റോട്ടിൽ വലിയ അമ്പിട്ടിട്ട് സർക്കാർ പെട്ടെന്ന് അമ്പ് വേരും. എന്താ കാരണം? അല്ലെങ്കിൽ ഒരു പച്ച പിരിവ് തിരിച്ചിട്ട് വലിയ നടു റോട്ടിൽ ഖദ്ദസല്ലാഹു അസീസ് ആണ്ടു നേർച്ചയും ഉറൂസും എന്നീ സമുദായം ഒരുപക്ഷെ ബാനർ എഴുതുമോ എന്ന് പേടിച്ചിട്ടാണെന്ന് പറയേണ്ട സ്ഥിതിവിശേഷം മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്നു. ഖബറ് വിട്ട്, സുജൂദ് വിട്ട്, റുക്കൂ വിട്ട്, കല്ലും വിട്ട് മരത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ മുസ്ലിം സമുദായം എത്തിപ്പെട്ടത് എന്ന സത്യം നമ്മൾ അറിയുകയാണ്. നബി വീണ്ടും പ്രവചിച്ചു, നിങ്ങൾക്ക് മുൻപുള്ളവരുടെ മാർഗത്തെ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബിറം ബിശിബിരിൻ വദിറാം ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എന്നത് വീണ്ടും പുലരുകയാണ്. ക്ഷേത്രാങ്കണത്തിൽ കാണുന്ന സൈന പ്രദർശനം വരെ സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക. ക്ഷേത്രാങ്കണത്തിൽ കാണുന്ന സൈന പ്രദർശനം ഒരു മനുഷ്യൻ മൗനിയായി ഉരുണ്ടുമറിഞ്ഞു വരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോട്ടിലൂടെ ഉരുണ്ടുമറിഞ്ഞു വരുന്ന ആ മനുഷ്യൻ ഖബറിലേക്ക് ഇങ്ങനെ ഉരുണ്ടുമറിഞ്ഞു ചെന്നാൽ കൂടുതൽ പുണ്യം കിട്ടുമെന്ന വല്ലാത്ത പ്രതീക്ഷയോട് കൂടെ പോകുമ്പോ അയാൾക്കറിയുമോ, മനുഷ്യ ലഹൂദാവത്തുൽ ഹഖ്, അല്ലാഹുവിനാണ് പ്രാർത്ഥനക്കുള്ള അവകാശം. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ഇല്ലാക ബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളപാത്രത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ് മനുഷ്യ. അതുകൊണ്ട് സ്റ്റെപ്പിന്റെ അടുത്തെത്തിയിട്ടെങ്കിലും നീ എഴുന്നേറ്റിരുന്നെങ്കിൽ നിന്റെ ശരീരത്തിൽ ആ കല്ലും മുള്ളും കൊണ്ട് താരിൽ നിന്റെ ശരീരം ഉരസിയപ്പോ നിന്റെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ പിഞ്ഞി രക്തത്തുള്ളികൾ ഉറ്റി വീണപ്പോ നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന വെളിയാളത്തിന് വേണ്ടി മൈക്ക് പെർമിഷൻ എടുക്കാൻ, ഈ സമുദായത്തെ തിരിച്ചു വിളിക്കാൻ പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ആരുമില്ലെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഈ ജീർണത നിലനിൽക്കുമ്പോ ഇതിനെതിരിലാണ് സമരം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം എത്ര വൃത്തിയായി പുലർന്നു. ചാണിന് ചാണായി പിൻപറ്റും, മുഴത്തിന് മുഴമായി പിൻപറ്റും. ക്ഷേത്രാങ്കണത്തിൽ കാണുന്ന ശയന പ്രദർശനം വരെ മുസ്ലിം സമുദായത്തിന്റെ പിന്നെ പള്ളികളിലും ജാരം അറ്റാച്ചഡ് പള്ളികളിൽ കാണാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ഏത് ജാരത്തെങ്കിലാണ് അല്ലെ? അതൊക്കെ പറയേണ്ടിടത്ത് പറയും. കേരളത്തിന്റെ പുറത്താണെങ്കിൽ ഇതുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ല എന്നത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് ഈ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നത് തെളിയിക്കാൻ നമുക്ക് കഴിയും. എന്ത് ഗോട്ടിയും കാണിക്കാന്ന കാലത്തിന്റെ മുന്നിൽ ഗോട്ടിയിൽ ഇത് പെടുമോ? അള്ളാഹുവിന് മാത്രമേ കൈവള്ളൂ എന്ന വിശ്വാസത്തോടു കൂടെ സുജൂദ് ചെയ്താൽ പോലും ശിർക്കല്ലാണ്. എങ്കിലും പെടുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിതൃത്വം നിങ്ങൾക്കാണ്. പക്ഷേ ഇവിടുത്തെ ജാലങ്ങളിൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പേടിച്ചിട്ട്, അല്ലെ മുജാഹിദ് പ്രവർത്തകരെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിലും വലിയ തിന്മകൾ ഈ നാട്ടിൽ നടക്കുമായിരുന്നു. ഇനി അതും കഴിഞ്ഞ് വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ക്ഷേത്രാങ്കണങ്ങളിൽ. ആ വാനരന്മാർക്കുള്ള ഭക്ഷണം കൊടുക്കലാണ് പലപ്പോഴും പല ജാറങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ജാറത്തിന്റെ മുകളിൽ താമസിക്കുന്ന ആ ജാറത്തിന്റെ പ്രസിദ്ധിയും പബ്ലിസിറ്റിയും പ്രചരിപ്പിക്കുന്ന രംഗത്ത് നിങ്ങൾ കാണുക. ആ രംഗത്ത് വാനരന്മാര് ഇങ്ങനെ ഓടി നടക്കുന്ന ചിത്ര ഏതോ ഒരു വലിയ ശേഖിന്റെ ജാറത്തിന്റെ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിന്റെ മുകളിൽ മരത്തിലും കെട്ടിടത്തിലുമൊക്കെ കഴിയുന്ന വാനരന്മാരുടെ പബ്ലിസിറ്റിയും എന്നിട്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അവര് പിടിച്ചു വാങ്ങുന്നതൊക്കെ വിശദീകരിക്കുന്നു. നിങ്ങൾ കേൾക്കുക.
ربنا صل عليه كلما طاب السماع كلما غرد طير كلما امتد شعاع ربنا صل عليه كلما طاب السماع. മലകയറിയെത്തുന്ന പ്രിയപ്പെട്ട അതിഥികളെ കാത്തിരിക്കുകയാണ് ഈ വാനരന്മാർ. തങ്ങൾക്കുള്ള ഭക്ഷണവുമായി ആരെങ്കിലും വരുമെന്ന് കരുതി അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവരുടെ വികൃതികൾ കണ്ടുനിന്നാൽ സമയം പോകുന്നതറിയില്ല. കൈകളിലുള്ള പൊതികൾ ഇവർക്ക് സമ്മാനിച്ചില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ഇവർക്കറിയാം. ഈ കുബ്ബക്ക് താഴെയാണ് സിക്കന്ദർ ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. എല്ലാ വർഷവും റജബ് 16 ഇവിടെ വിപുലമായ ഉറൂസ് നടക്കാറുണ്ട്. അതിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് ദർഗ പരിപാലകരായ ഇബ്രാഹിം അലി ഹസ്രത്ത്, ഹുസൈൻ ഹസ്രത്ത് എന്നിവർ പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടല്ലോ ഈ കാഴ്ച. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുക ക്ഷേത്രാങ്കണത്തിലേതാണ്. തൽക്കാലം ഇന്ന് ആ ഭാഗം ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ വാനരന്മാരെ വരെ കുരങ്ങന്മാരെ വരെ മഹത്വവൽക്കരിച്ച് കാണിക്കുക. എന്നിട്ടോ കൗതുക വാർത്ത എന്താ? വരുമ്പോ ആളുകൾ ഭക്ഷണപ്പൊതി കൊടുത്തിട്ടില്ലെങ്കിൽ പിടിച്ചു വാങ്ങുന്ന ഇതൊക്കെ ആളുകളോട് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കേണ്ട സംഗതിയാ. ഇനി ആരാ ചെല്ലുന്നത് വിചാരി ആളുകളാണല്ലോ. ഒരു കുരങ്ങിന് പോലും ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോ ഇത് തിരിച്ചറിഞ്ഞ് ചിലപ്പോ കുരങ്ങന്മാരെ പിടിച്ചു വാങ്ങിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പിന്നെന്താ, ഇവരെ വികൃതി കണ്ടു നിൽക്കാൻ വലിയ കൗതുകമാണ് അല്ലെ? വലിയ കൗതുകം തന്നെയാ കുരങ്ങന്മാരെ വികൃതി കണ്ടു നിൽക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ക്ഷേത്രാങ്കണങ്ങളിൽ കാണുന്ന ഈ വാനരന്മാരെ ഊട്ടുന്ന സമ്പ്രദായം മുസ്ലിം സമൂഹത്തിന്റെ ജാലങ്ങളിലേക്ക് വരെ കൊണ്ടുവന്നിരിക്കുന്ന അത്രയും വ്യതിയാനത്തിലേക്കാണ് സത്യത്തിൽ മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ വ്യതിയാനവും ഈ ജീർണതയും എല്ലാ രംഗത്തും നിലനിൽക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്റുകളും ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരങ്ങളും ഇസ്ലാമിലില്ലാത്ത അനുഷ്ഠാനങ്ങളുമാണ് ജാറുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബീരാനലി പാപ്പ ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ് അല്ലെ? ഇവിടെ നിന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഈ ബീരാനലി പാപ്പ എന്ന മനുഷ്യന്റെ ജാറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ജാറവുമായി ബന്ധപ്പെട്ടുള്ള ചില രംഗങ്ങൾ നിങ്ങൾ കാണണം. എന്താണ് അതിലുള്ളത്? ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുക, ഒരർത്ഥമില്ലാത്ത പ്രാർത്ഥന. ഒരു പെണ്ണിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ആ പെണ്ണിന്റെ അടുക്കൽ ആർത്തനഗ്നയായ പെണ്ണിന്റെ അരികിൽ ഒരാൾ നിന്നിട്ട് അവൾക്ക് വേണ്ടി മന്ത്രങ്ങൾ നടത്തുന്ന രംഗം. ഇതേത് ഇസ്ലാമിലുണ്ട്? ഈ ദിക്ർ ഏത് ഇസ്ലാമിലുണ്ട് എന്ന് തീരുമാനിക്കുക. മുജാഹിദ് പ്രസ്ഥാനം ദിക്ർ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഈ രീതിയിലുള്ള ദിക്റുകളെയാണ് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക. بسم الله الرحمن الرحيم. يا جبرائيل يا لطيف يا ميكائيل يا بشرائيل يا مغيث يا احمر يا فرقان يا سمر يا زبعة يا ميمون يا عباس يا جبرائيل يا لطيف يا ميكائيل يا بشرائيل يا مغيث يا احمر يا فرقان يا سمر يا زبعة يا ميمون يا عباس لا تأملهم بريدا. بسم الله بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم
ഇതൊക്കെ ഏത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്നത് നമ്മൾ ആലോചിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഇതുപോലത്തെ കാര്യങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ തിന്മകളൊക്കെ ഏത് ഇസ്ലാമിന്റെ ഭാഗം അല്ലേ? മുട്ടറക്കലും തേങ്ങവട്ടലും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ അരികിലുണ്ടോ? ഹജ്ജ് വിമാനങ്ങൾ തിരിച്ചെത്തിയല്ലോ. ഹജ്ജ് വിമാനങ്ങൾ തിരിച്ചെത്തിയപ്പോ അത് കഴിഞ്ഞു വന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ഇങ്ങനത്തെ രംഗങ്ങൾ? ഇല്ല. ഞാൻ പറയുന്നത് ഇതാണ് സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ എങ്ങനെ തേങ്ങ പൊട്ടിക്കാന്ന്? അതാണ് തേങ്ങ പൊട്ടിക്കൽ, അതാണ് തേങ്ങ പൊട്ടിക്കൽ. സുഹൃത്തുക്കളെ, എന്നിട്ട് എന്താ പ്രാർത്ഥന? പ്രാർത്ഥന മറ്റൊന്നുമില്ല. പ്രാർത്ഥന യാ ജിബ്രായില്ല, കുബ്രായില്ല, സിബ്രായില്ല, അവസാനം അല്ലെ? ഖുർആനിലുള്ള ഒരു സാധനം അതാ. ബാക്കിക്ക് ജിബ്രായില്ല, കുബ്രായിൽ. എന്താണ് ഇതിന്റെ അർത്ഥം? അർത്ഥമറിയാത്ത, ആശയമറിയാത്ത പ്രാർത്ഥനകൾ ചൊല്ലിച്ച് മുസ്ലിം സമുദായത്തെ നരകത്തിലേക്ക് വിളിക്കുന്ന ഈ ജീർണത, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വാസ്തവം നമ്മൾ ഉൾക്കൊള്ളണം. ഇതിങ്ങനത്തെ ഒരു പ്രാർത്ഥനയല്ല. ജിബ്രായില്ല, കുബ്രായില്ല, സിബ്രായില്ല, ബഡായി എന്നൊക്കെ പറഞ്ഞ് അവസാനം അമ്മിഹിൽഹും റുവൈദാന്നും പറഞ്ഞല്ലോ. ഇത് ഒറ്റ പ്രാർത്ഥനയല്ല. ബീരാനൊരുപ്പാപ്പാന്റെ പേരിലെ പ്രാർത്ഥന എന്താ? ലാ കണ്ണ ഇല്ലല്ലാ, ലാ കയ്യ ഇല്ലല്ലാ, ലാ തൊള്ള ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ കോഴിമുട്ട ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ. കോഴിമുട്ട അള്ളയാണ്, കല്ലൊക്കെ അള്ളയാണ്, കൈയൊക്കെ അള്ളയാണ്, കണ്ണൊക്കെ അള്ളയാണ്. അപ്പോൾ കൈ പൊട്ടിയാൽ അള്ള പൊട്ടി, കണ്ണിന് അസുഖം വന്നാൽ എന്റെ അള്ളാഹുവിന് അസുഖം വന്നിട്ടുണ്ട് അല്ലെ? എന്റെ അള്ളാഹുവിന് അസുഖം വന്നിട്ടുണ്ട്. ഇനിയോ ഒരാൾ വെച്ചുകുത്തി വീണ്, അപ്പോഴോ കാലിൽ മുറിവായി. എന്റെ അള്ളാഹു വെച്ചുകുത്തി വീണപ്പോ ഇപ്പോൾ കാലിൽ മുറിവാണ് അല്ലെ? ഒരാൾ നന്നായിട്ട് ഓംലെറ്റ് അടിച്ചു വന്നാൽ ലാ കോഴിമുട്ട ഇല്ലല്ലാന്നാണ്. അപ്പോ ഞാൻ അള്ളാഹനെ നന്നായി കോഴിമുട്ട ഓംലെറ്റ് അടിച്ചിട്ടല്ലേ വരുന്നത് എന്നാണ്. ഇത് നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ നാട്ടിൽ ഈ വിഷയം പറയുമ്പോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ അടുത്ത പ്രദേശമായ മരുതായൂരിലെ, പാവർട്ടിക്കടുത്ത മരുതായൂരിലെ ലുക്മാനിയ ബുക്ക് സ്റ്റാളാണ്. ആ ബുക്ക് സ്റ്റാളിൽ പോയാൽ ഇന്നും നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും. അപ്പൊ നമ്മൾ ചോദിച്ചു ഇത് ഏത് ദീനിലാണുള്ളത്? അപ്പൊ ഇതിനുള്ള ആദ്യത്തെ പ്രതികരണം എന്താണെന്നറിയോ? എറണാകുളത്ത് വെച്ച് നേരത്തെ മൂസ എന്ന പയ്യന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട പേരോട് മുസ്ലിയാർ ഇതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. അദ്ദേഹം പറയുന്നത് ബീരാനുൽപ്പാപ്പ എന്ന മഹാൻ അദ്ദേഹം അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഫിയാക്കൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ആ വാചകങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയില്ല. അതിന്റെ തൊട്ട് താഴെ തന്നെ അതുണ്ട് എന്നാണ്. ആ ഭാഗം നിങ്ങൾ കേൾക്കുക. ബീരാനൗലിയാപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുക അതേ പുസ്തകത്തിലില്ലേ? എന്താ ലായന ഇല്ലെന്നാണ് അവർ പറഞ്ഞതിനർത്ഥം. അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ബീരാനൗലിയാപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിക്കുക അതേ പുസ്തകത്തിലില്ലേ? എന്താ ലായന ഇല്ലെന്നാണ് അവർ പറഞ്ഞതിനർത്ഥം. അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. സൂഫിയാക്കൾ ചിലപ്പോ അങ്ങനെ ചില വാചകങ്ങൾ പറയും അല്ലേ? ചില സൂഫിയാക്കൾ ചിലപ്പോ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ഇങ്ങനെ ചിലപ്പോ ചില വാചകം പറയുന്നതാണ് ഇസ്ലാമിലെ പ്രശ്നം അല്ലേ? ഈ വാചകം പറയാൻ ഒരിക്കലും ആർക്കും അവകാശമില്ല. ആരാ പറഞ്ഞ സൂഫി? ഇബ്നു അറബി ഉണ്ട് അല്ലേ? ഇബ്നു അറബി റൊട്ടിയെടുത്തിട്ട് കടിച്ചിട്ട് പറഞ്ഞു റബ്ബുയ്യാക്കുല റബ്ബൻ, അള്ളാഹനെ തിന്നുന്നു, കരടും കാഞ്ഞിരെ കുറ്റിയും ഒക്കെ അള്ളയാണെന്ന ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന്റെ വഹദത്തുൽ വജൂദിന്റെ ആളായിരുന്നു ഇബ്നു അറബി. അപ്പൊ റൊട്ടിയല്ല തിന്നുന്ന ഞാനും അള്ളാഹനെ തിന്നു എന്ന ഇബ്നു അറബി അല്ലാതെ പറഞ്ഞിട്ടില്ല. അതിന്റെ തൊട്ടടുത്ത വരിയിൽ അതിന്റെ അർത്ഥമുണ്ടെങ്കിൽ ബാധിക്കണം മുസ്ലിയാരെ എന്ന് കേരളത്തിലെ 100 വേദികളിൽ പറഞ്ഞെങ്കിൽ എറണാകുളത്ത് വെച്ച് ഇത് പ്രസംഗിച്ച പേരോട് ഈ നാട്ടിലും വന്നല്ലോ, കൊമ്പുകലിക്ക് പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പേരോട് ഒരു വർഷം കഴിഞ്ഞപ്പോ
പെരിങ്ങാടിയിൽ നേരത്തെ ചോദ്യം ചോദിച്ച സുഹൃത്തുക്കൾ അവര് ഈ ചോദ്യം ഉന്നയിച്ചു, ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഒരു വർഷം കൊണ്ട് അദ്ദേഹം മാറ്റി പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കുക. ഔലിയാക്കൾക്ക് ഇങ്ങനെ പല കഴിവുണ്ട്, അവര് പലതും പറയുമെന്ന് പറഞ്ഞ ആള് അവസാനം ഇത് എഴുതിയാളും വട്ടനാക്കി, അല്ലെ, ഭ്രാന്തനാക്കി അരങ്ങ നിങ്ങൾ കാണുക. ഈ എന്താണ് അയാളുടെ പേര്? KVM പന്താവ്. അയാളൊരു അറബിക്ക് മനുഷ്യയാണ്, ഒരു ചെറിയ മാനസിക രോഗിയാണ്. ഈ പുസ്തകം എഴുതി അയാൾ ചെറിയ മാനസിക രോഗിയാണ്. അയാൾ മാനസിക രോഗിയാണെന്ന് അറിയാത്ത ഏതെങ്കിലും മൊയ്ലിയാര് ചിലപ്പോൾ അയാൾ ഭയങ്കര മൊയ്ലിയാരാന്ന് ചിലപ്പം പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ എഴുതിയിട്ട് വരാം. ഇതുപോലെ ഇമാം ബുഖാരി ഒരാൾ ലൈഫാന്ന് പറയുമ്പോ വേറെ ഇമാം മുസ്ലിം ചിലപ്പോ അയാൾ സഹിയാണെന്ന് പറഞ്ഞു തീരും. കാരണം ലൈഫാന്നുള്ള വിവരം ഇമാം മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഇനി ഏതെങ്കിലും ഒരു മൊയ്ലിയാര് ഇയാളൊരു നല്ല ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണ് നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ട. അല്ല, അയാളെ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് അറിയുന്നോണ്ടാ പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാണ്. അയാളൊരു മാനസിക രോഗിയാന്നുള്ളത് എറണാകുളത്ത് പ്രസംഗിക്കുമ്പോ ഈ മോലേർക്കും അറിയില്ല, അല്ലേ? അറിയില്ലേ? ഞങ്ങൾക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി മാനസിക രോഗിയാണെങ്കിൽ സമസ്തന്റെ ഔലിയാകാൻ പറ്റി, വളരെ കണ്ടീഷനായി, വണ്ടർഫുൾ കോമ്പിനേഷനായി. അല്ലെങ്കിലും കുറച്ചൊന്നും തിരിവുള്ള ആളുകൾക്ക് ആ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഈ നിലയ്ക്ക് മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് തള്ളിയാൽ നടക്കുമോ? നടക്കില്ല. ഇത് പ്രസിദ്ധീകരിച്ചത് നിങ്ങളാണ്, ഇത് പ്രചരിപ്പിച്ചത് നിങ്ങളാണ്, ഇതിനാദ്യം ന്യായീകരിച്ചത് നിങ്ങളാണ്. KVM പന്താവൂർ എന്നയാളെ മഹാനായി ചിത്രീകരിച്ചത്, അഹ്ലുസുന്നത്തിന്റെ തറവാട്ടിലെ കാവലാളാണെന്ന് എഴുതിയത് നിങ്ങളാണ്. ഇതിനുവേണ്ടി വേദി കെട്ടിയത്, ഇതിനുവേണ്ടി പ്രസംഗിച്ചതൊക്കെ നിങ്ങളാണ്. അതുകൊണ്ട് ഇയാളെ തള്ളാൻ പറ്റില്ല. ഇനി ആർക്കാ വട്ട് നമുക്ക് തീരുമാനിക്കാം, അല്ലെ? വട്ട് ആർക്കാന്ന് പറഞ്ഞല്ലോ. ആരാണ് ഒരു പൊതു സദസ്സിന് മുന്നിൽ നിന്ന് ചാടുക? ഒരു പൊതു സദസ്സിന് മുന്നിൽ നിന്നിട്ട് ഒരാൾ ഡാൻസ് എടുക്കാണ്. ആ ഡാൻസ് എടുക്കുന്ന ആൾ ആരാ നിങ്ങൾ തീരുമാനിക്കുക? അയാൾക്കാണോ ഇത് എഴുതിയ KVM പന്താവൂരിനാണോ? അതല്ല രണ്ടാൾക്കും കൂടിയാണോ വട്ട് എന്നുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾ തീരുമാനിക്കുക. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. ആർക്കാണ് വട്ടവും ആർക്കാണ് ഭ്രാന്തും നിങ്ങൾ തീരുമാനിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ മറ്റേ ഭ്രാന്തനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതാണെങ്കിലും ഈ വിഷയം പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നു. ഒരു വർഷം കൊണ്ട് ഇതിലെ പ്രശ്നം ആർക്കാണ് ഭ്രാന്തി എന്നതല്ല സുഹൃത്തുക്കളെ, ഒരു വർഷം കൊണ്ടുള്ള മലക്കം മനസ്സിലാണത്. അല്ലെങ്കിലും മലക്കം മനസ്സിന്റെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കമ്മിറ്റിയാണല്ലോ സമസ്ത. ഒരു കാലത്ത് യതീഖാന് പാടില്ലായിരുന്നു, ഇപ്പോഴോ യതീഖാനിന്റെ ആള് നമ്മളെന്നെ, അല്ലെ? മദ്രസ ഇപ്പോഴോ നമ്മളാണ്. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പണ്ട് പറ്റൂല, അപ്പോഴോ ഇംഗ്ലീഷ് ഇല്ലാതെ പ്രസംഗം തുടങ്ങാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇതിനിടയിൽ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവന്റെ ജീവിതമാണ്. നിങ്ങൾക്കറിയോ, ഈ ലാ കണ്ണയില്ലല്ലാ എന്നത് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയവർ ലാ ഐന ഇല്ലല്ലാ, ലാ റിജ്ല ഇല്ലല്ലാ, ലാ ഉദ്ന ഇല്ലല്ലാ, ലാ ബത്ന ഇല്ലല്ലാ എന്ന്, പള്ളക്ക് അള്ളയാണെന്ന്, കൈയൊക്കെ അള്ളയാണെന്ന്, കാലൊക്കെ അള്ളയാണെന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് അത് പ്രസിദ്ധീകരിച്ചു. ഇവര് അറബിയിലാക്കിയിട്ട് മൗലൂദിന്റെ ഏട്ടിലാക്കിയിട്ട് അത് പ്രസിദ്ധീകരിച്ചു. ഇന്നും 333 വക മൗലൂദിൽ ഈ ബീരാനുപ്പാപ്പാന്റെ മൗലൂദായിട്ടുള്ളത് ഇതാണ്. നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് ആരാ പ്രകാശനം ചെയ്തത്? ഇവരുടെ ഏറ്റവും വലിയ സ്ഥാപനത്തിലെ മർക്കസിലെ അധ്യാപകനും. ഞാൻ പറയുന്നത് ആളുകൾ ഇത് ചൊല്ലിവരിക്കുന്നു, ഇവരോ മാറ്റി പറയുന്നു. ആളുകൾ ശിർക്കും കുഫറും ബിദഅത്തും ചെയ്ത് മരിച്ചു പോകുമ്പോ ഇവർക്ക് മാറാം. പക്ഷേ ജനങ്ങളുടെ അവസ്ഥ ഓർത്തിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ വേദനകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അമ്മിഹിൽ ഒഴികെ എല്ലാം അർത്ഥമില്ലാത്ത വാചകങ്ങൾ പറഞ്ഞ ആളുകൾ ഇതാ ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത കുഫറിന്റെ വാചകങ്ങൾ ചൊല്ലിയ ആളുകൾ. ഇവർക്കറിയുമോ ദിക്റിന്റെ വിഷയത്തിലെ ഇസ്ലാമിന്റെ കണിശത? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഉറക്കത്തിലെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ നബീകല്ലദീ അർസൽത എന്നിടത്തൊരു സ്വഹാബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ചൊല്ലി, അല്ലെ? നബീകല്ലദീ അർസൽത എന്നാണ് നബി പഠിപ്പിച്ചത്, പക്ഷേ റസൂലിക്കല്ലദീ അർസൽത എന്ന് സ്വഹാബി ചൊല്ലിപ്പോയി. ആ സമയത്ത് നബിയോട് ഏറ്റവും യോജിച്ചതും നബിയെ സംബന്ധിച്ച് പറയാൻ ഏറ്റവും നല്ലതും റസൂലിക്കല്ലദീ അർസൽത എന്നാണ്. പക്ഷെ നബി തിരുത്തി പറഞ്ഞു, പറ്റില്ല. ഈ നിലയ്ക്ക്
ഒരു പദത്തിൽ പോലും വിടാതെ കഴിച്ചത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മത്താണ് അർത്ഥമില്ലാത്ത ദിക്റായിട്ട് പോകുന്നത്. ഈ ദിക്റുകൾ ജീർണതയാണെന്നും മതത്തിൽ കയറിക്കൂടിയ ബിദ്അത്തുകളാണെന്നും അത് തുടച്ചു നീക്കണമെന്നും മുജാഹിദ് പ്രസ്ഥാനം ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനത്തെ ആളുകളോ ദിക്റ് ഇങ്ങനത്തെ ചൊല്ലി 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 ദിക്റ് വാർഷികമാണ്, സ്വലാത്ത് വാർഷികം അല്ലെ? ഇവരുടെ പിതാക്കന്മാർക്ക് പോലും ഇതുപോലത്തെ സ്വലാത്ത് വാർഷികം പണ്ട് കിട്ടിയിട്ടില്ല. ആ സ്വലാത്ത് വാർഷികത്തിലോ ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മിക്കവാറും പ്രാർത്ഥന സ്വീകരിക്കും തന്നെ അല്ലെ? ഒരു വാർത്തയിലെ ഭാഗം നിങ്ങൾ കേൾക്കുക. സാലത്ത് നഗറിൽ ഉള്ള റിപ്പോർട്ട് എവിടുന്ന? സാലത്ത് നഗറിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ്? അവിടെ പിന്നെ വലിയ വലിയ ആളുകളാണത്രേ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിമുൽ ഖുലൂലുൽ ഖലീലി അതിന് നേതൃത്വം കൊടുത്തുവെന്നാണ് വാർത്ത വായിക്കുന്ന ആൾക്ക് പറയാനുള്ളത്. ആ വാർത്തയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27-ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അമൃത ന്യൂസ്, മലപ്പുറം. ഖലീലുൽ ഇക്ലാലി ഉദ്ഘാടനം നടത്തിയ ആ സമ്മേളനം ഇസ്ലാമികല്ലാതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ആരാണ് ഇങ്ങനെ ആടിയും പാടിയും 27-ാം രാവിന് പൊതുജനത്തെ പാടത്തേക്ക് വിളിക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പഠിക്കുക. 27-ാം രാവിൽ അല്ലെങ്കിൽ അവസാനത്തെ പത്തിൽ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുത്തിക്കാപ്പിരുന്നിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആളുകളെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ ഇതുപോലത്തെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ പാടത്തേക്ക് വിളിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ പാടത്തേക്ക് വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ചൊവ്വാലിന്റെ അമ്പിളി ആകാശത്ത് പറക്കുമ്പോ ഈദ്ഗാഹിൽ പോയി നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ ഈദ്ഗാഹിൽ പോയി, പാടത്ത് പോയി, പറമ്പിൽ പോയി നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ ആളുകൾ റസൂലിനോട് കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല എന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മുഴുവൻ പള്ളിയിൽ പോകട്ടെ, ഈദ്ഗാഹ് പാടില്ല എന്നും പറഞ്ഞു. സുഹൃത്തുക്കളെ, ദിക്റിന്റെ വിഷയത്തിൽ, ദുആയുടെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കടിച്ചതയെ, ഇസ്ലാം പഠിപ്പിച്ച നിലപാടിനെ അവഗണിക്കുന്നതിനെയാണ് സത്യത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ത്വരീഖത്തിന്റെ പേരിൽ എന്തുമാകാം അല്ലെ? ത്വരീഖത്തിന്റെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നത് അത് പറയേണ്ടി വന്നു. സാക്ഷാൽ പേരോടിന് തന്നെ കുറ്റിച്ചിറയിൽ പ്രസംഗിച്ചപ്പോ കേരളത്തിലെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ട പല ആളുകളും പല ഗ്രൂപ്പുകളിലേക്കും മാറി. കക്കാട് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു തരീഖത്ത്, ആലന്തറയിൽ വേറൊരു തരീഖത്ത്, ആലുവയിൽ വേറൊരു തരീഖത്ത്, ഇവിടെ ഇന്ത്യനാണ് തരീഖത്ത് അല്ലെ? ഇങ്ങനെ പലരും പണ്ടുണ്ടായിരുന്ന പലരും തരീഖത്തുനിന്ന് തരീഖത്തേക്ക് ചാടിക്കൊണ്ടിരുന്നപ്പോ എന്താ സ്വന്തം പാടയെ ഒഴിയാന്ന് മനസ്സിലായി. ആയത്തല്ലേ മുക്കിന് പോയി ആയത്തോതി. അപ്പൊ മൂപ്പര പരാതി ഇപ്പൊ മുക്കിന് ശേഖാന്നാണ്. കാരണം എന്താ? പേരോട് മുക്കിന് പോയി ആയത്തോതിയപ്പോ എല്ലാ മൂലർക്കും തോന്നി എന്താ ഇരിക്കൊരു തരീഖത്തിന് ശേഖായ, ഞമ്മക്കെന്തൊരു ദസൂക്കിയായ, ഞമ്മക്കെന്തൊരു ആലുന്തറയായ എന്ന് ഓരോരുത്തർക്കും തോന്നിയപ്പോ വ്യാപകമായ തരീഖത്തിലേക്കുള്ള ഒഴുക്കുണ്ടായപ്പോ അവസാനം പേരോടിന്റെ നാമം കൊണ്ട് എന്താണ് തരീഖത്ത് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പാളയത്തിൽപ്പെട്ട ആളുകളെ തന്നെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പരിതാപം നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക. എന്തെല്ലാം സാധനങ്ങളാ പഠിച്ചവനെ ഇസ്ലാമിന്റെ പേരില്. അത് കാദിയാനിയ. പിന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ അതാ മൗലവി, അലവി മൗലവി എവിടെ? മഞ്ചേരിയില് ക്രിസ്ത്യാനി മൗലവിയാ, അച്ഛനാ മൗലവിയാ, ഓതുന്നത് ഖുർആനാ. എന്താ പറയുന്നത്? ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആനിലുണ്ട്. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ
എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു. കള്ളത്തരീക്കത്തുകാരനാ. പിന്നെ അത് പറയണ്ട. മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ, ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തെരീക്കത്ത് കൊടുക്ക തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തെരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവനറിയോ എന്താ തെരീക്കത്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പണ്ഡിതൻ നിസ്കരിക്കലില്ല, മുരീദും ഇപ്പം നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്, ദീനിന് എന്തൊരു മുസീബത്താണ്. ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ശൈഖന്മാർക്ക് മുഴുവനും ശൈഖായ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് ഗൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ പറയുന്നു, ജനങ്ങളെ ശൈഖാണെന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ പോയി കൈപിടിക്കല്ല, നിങ്ങളവരെ പോയി ബൈഅത്ത് ചെയ്യല്ല, ഉടമ്പടിയാക്കല്ല. ഒരൊറ്റ മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഫർളും സുന്നത്തുമായ അമലെടുക്കാതെ ശൈഖാകാൻ സാധ്യമല്ല, മുരീദാകാൻ സാധ്യമല്ല. ഹറാം കൈയൊഴിക്കാതെ ശൈഖും മുരീദുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു, പെണ്ണുങ്ങളെ നോക്കുന്നു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് ഞെക്കിക്കുന്നു, അവരുടെ കൂടെ കിടക്കുന്നു. എടോ യസ്തൈലു നാറുൻ അലാ നാർ. നിന്റെ മനസ്സ് മുഴുവനും തീ, ശൈത്താന്റെ തീ. ആ തീയില് ഈ ശൈഖാണ് മുരീദാണെന്നും പറഞ്ഞ് അന്യപെണ്ണിന്റെ കയ്യും പിടിച്ച് തീന്റെ മേലെ തീയാക്കിയിട്ട് ഇമാം കെടുത്തിയില്ലടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിക്കുന്നു, എടോ നിന്റെ ദീന് ശൈഖാണെന്നും പറഞ്ഞ് മുരീദാണെന്നും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് മുരീദന്മാരെ വഴിയിൽ വരണോ, ശൈഖന്മാരെ വഴിയിൽ വരണോ? അലൈക്കും ബിലുസൂമിൽ മസാജിദി വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ, നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഫർളായ അമലൊക്കെ എടുത്തോ, സുന്നത്തൊക്കെ മുറുകെ പിടിച്ചോ, ഹറാം കൈയൊഴിച്ചോ, കറാഹത്ത് കൈയൊഴിച്ചോ. അല്ലാഹ് നിന്നെ പ്രിയം വെക്കും. നീ അല്ലാഹ് നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ലാഹ് തരും. അതിന് നീ റബ്ബിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചോ. നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ. ഇത്രേ മുജാഹിദ് പ്രസ്ഥാനവും പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഇത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോ ഔലിയാക്കളെ വിമർശിക്കലായി, കറാമത്തിനെ നിഷേധിക്കലായി. ഇത് പേരോടിന് പറയേണ്ടി വന്നു. എപ്പോ സ്വന്തം പാളയത്തിൽ നിന്ന് ബഹുജനം ഒഴുകിപ്പോകാൻ തുടങ്ങിയപ്പോ പേരോടിനെ പോലത്തെ മുസ്ലിയാമാരി ആയത്തോതിയപ്പോൾ ഓരോരുത്തർക്ക് തോന്നി, ഇവിടെ ആലുതിന് ഞാനൊന്ന് തുടങ്ങാം, ആരും പറയില്ല അപ്പുറത്ത് ഞാനൊന്ന് തുടങ്ങാം, ഇവിടെ ആചാരാണല്ലോ ഞാനും ഒന്ന് തുടങ്ങാം, അല്ലേ? ഇരിക്കട്ടെ, എനിക്കും കേൾക്കട്ടെ ഒരു ത്വരീഖത്ത്. ഇങ്ങനെ തുടങ്ങിയപ്പോൾ അവസാനം പറയേണ്ടി വന്നു, പേരോട് പറഞ്ഞത് സത്യമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഉറക്കെ പറയുന്നു. ഔലിയാകാൻ ഇത് അങ്ങാടി മരുന്ന് വിൽക്കും പോലെ, അങ്ങാടി മരുന്ന് വിൽക്കും പോലെ വിൽക്കാനുള്ളതല്ല കറാമത്ത്, വിലായത്ത്. മറിച്ച് അത് രഹസ്യമാക്കി വെക്കും. തനിക്ക് കിട്ടിയത് കറാമത്താണെന്ന് പോലും ഒരുപക്ഷെ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സഹായങ്ങളായിരിക്കും ഉണ്ടാവുകയാണ്. ഇനി പേരോട് പറഞ്ഞതിൽ സത്യമുണ്ടോ? പേരോട് പറഞ്ഞതിൽ ചിലപ്പോൾ സത്യം ഉണ്ടാകും, അല്ലേ?